ഒന്ന് സമൂയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കാം. 1 സമൂയേൽ 12-ന്റെ 5-ാം വാക്യം. 1 Samuel chapter 12 and verse 5. അവൻ പിന്നെയും അവരോട്, നിങ്ങൾ എന്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി, അവന്റെ അഭിഷിക്തനും ഇന്ന് സാക്ഷിയാകുന്നു. ദൈവത്തിന് മഹത്വം. Glory be to God. നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിപ്പാൻ ഉദ്ദേശിക്കുന്നത്, ദൈവം ആരെക്കുറിച്ച് സാക്ഷ്യം പറയും, ഏതെല്ലാം വിഷയത്തിലാണ് ദൈവം സാക്ഷി പറയുന്നത്, അതിനെക്കുറിച്ച് അല്പം കാര്യം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. This morning we are going to consider as to concerning whom our God shall be a witness and concerning whom he shall not. കുടുംബത്തിൽ പാർക്കുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ ഭർത്താവ് ഭാര്യയെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയും, ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മാതാപിതാക്കളും പറഞ്ഞേക്കാം. In a family, when we consider, perhaps the husband might speak good of his wife and regarding his children too. മറ്റു പല വ്യക്തികളും പരസ്പരം അവിടെ ഇവിടെയും പറഞ്ഞേക്കാം, എൻ്റെ ഭർത്താവ് നല്ലതാണ്. ഒരിക്കൽ ഞാനൊരു സഹോദരനോട് വിളിച്ച് ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെ ഇരിക്കുന്നു? ഭർത്താവ് നല്ല ക്ലിയറായ പാസ്റ്റർ എന്ന് പറഞ്ഞു, നല്ല സാക്ഷി പറഞ്ഞു. Once I called a particular sister and asked, how was your husband? And she gave a good testimony concerning him. നിങ്ങൾ അവർ ഭർത്താവിനെ കുറിച്ച് ഞാൻ മദ്യപിക്കുന്നതാണെന്ന് കേട്ടല്ലോ. അയ്യോ, അത് ആര് പറഞ്ഞാലും പോസ്റ്റാ പാസ്റ്റർ. I came to know that he is a drunkard. No, pastor, it's a lie. എത്ര നല്ല സാക്ഷിയാന്ന് അറിയാമോ? You know what a good testimony it was. പക്ഷേ ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ മയങ്ങി കിടക്കുകയാണ്. അവിടെ എഴുന്നേക്കാൻ പോലും വയ്യ. പാസ്റ്റർ വന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ വിളിച്ചിട്ട് ഒരു രക്ഷയില്ല, ബോധമില്ല, പോക്കണമില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞ നല്ല സാക്ഷിയാണല്ലോ. ഭർത്താവ് ഏത് അവസ്ഥയിലുള്ളവരെ കുറിച്ചും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം പറയും. Even though in whichever stage husband is found, wife and children would give a good testimony concerning him. ഒരിക്കലും ഒരു പൈതലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകനെ ഒന്ന് ശ്രദ്ധിച്ചോണം, അതുകൊണ്ട് അവന്റെ ലൈൻ മോശമാണ്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. Once to parents I told concerning their son, you have to take heed of him because he is not going in the right way, but they disliked it. അത് പാസ്റ്റർ പറയുന്നത് വേറെ ആരുടെ വാക്ക് കേട്ട് പറയാണ്. Pastor, you are speaking because someone has given you a report concerning him too. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. But I didn't speak anything. അവിടെ കണ്ണിക്കൂടെ കണ്ണുനീരല്ല രക്തം വീഴുന്ന സമയം വരുമെന്ന് എനിക്കറിയാം. I knew very well that there was a time when blood shall gush out of their eyes. മനസ്സിലാക്കിക്കൊണ്ടാ പറഞ്ഞത് ഞാൻ. But I understood it and told them. എന്നാൽ ആ ഘട്ടത്തിൽ എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയിൽ തെറ്റായി ലൈൻ പോകുന്നുണ്ടെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായിട്ട് രക്ഷപ്പെട്ടേനെ. If they would have accepted at that time, yes, my child is going in the wrong way, truly they would have got him back. കരഞ്ഞിട്ട് തീരാത്ത അവസ്ഥയിൽ ആയിത്തീരേണ്ടി വന്നു. But they had to see such a stage that they had to shed endlessly tears. ഞാൻ പറയുന്നത് എല്ലാവരെ കുറിച്ചും നല്ല സാക്ഷി അവരോട് പറയും. Everybody will speak good of everyone. ദൈവം സാക്ഷി പറഞ്ഞ ചില വ്യക്തികളെ കുറിച്ച് നമുക്ക് ബൈബിളിൽ നിന്ന് ചിന്തിക്കാൻ കഴിയും. But we can see the word of God of some persons of whom God is a witness. നമുക്ക് പഴനിമ ആവശ്യത്തിന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ മോശയെ കുറിച്ച് ദൈവം സാക്ഷി പറഞ്ഞു. When we say about the Old Testament saints, about Moses, we see that God is a witness to him. മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച് അതിസൗമ്യനാണ്. Moses was so meek amidst all the people in the earth. മോശയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ, when we learn about the character of Moses, ഞാനത് എൻ്റെ പ്രസംഗ വിഷയത്തിന് മുൻപായിട്ട് ഞാനൊരു മുഖവര പറയുന്നേ ഉള്ളൂ. പുറപ്പാട് 33-ാം അധ്യായത്തിന്റെ അതിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നു, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ മോശയോട് ദൈവം അഭിമുഖമായി സംസാരിച്ചു. In Exodus chapter 33 and verse 11, we see that the Lord spake unto Moses face to face as a man speaketh unto his friend. വായിക്കണ്ട. പുറപ്പാട് 33-ന്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മോശയോട് പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്നോട് പോരും എന്ന് പറഞ്ഞു. In Exodus chapter 33 and verse 14, Lord God told Moses, my presence shall go with thee. പുറപ്പാട് 33-ന്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മോശയെ കുറിച്ച് പറയുന്നു, മോശേ, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. In verse 17 he says, I know thee by name. മോശയെ കുറിച്ച് ദൈവത്തിന്റെ നല്ല സാക്ഷി.
This is the good testimony concerning Moses. മോശയെ കുറിച്ച് പറയാണ്, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. Lord God told that I have known thee by name. നമ്മെ കുറിച്ച് കർത്താവ് അങ്ങനെ പറയുമോ? And will our God tell of us so? എന്റെ ദൈവം എന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. I have known you very nigh to me. ആരും അറിഞ്ഞില്ലെങ്കിലും എന്റെ ദൈവം എന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. Even though none knows me, my God knows me very nearly. ദൈവം നമ്മെ അറിഞ്ഞില്ലെങ്കിൽ മറ്റ് ആരും അറിഞ്ഞാലും ഒരു പ്രയോജനമില്ല. Even if everyone knows us and God doesn't know us, it's of no use. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമുക്ക് മറ്റൊരാളെ ചിന്തിക്കാൻ കഴിയും, ജോബിനെ കുറിച്ച്. And about another person we can see, and it ജോബിനെ is കുറിച്ച് about ദൈവം Job. സാക്ഷി പറഞ്ഞു. God gives a good testimony about Job. അവനെപ്പോൾ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടവനും ഭൂമിയിൽ ആരുമില്ലെന്ന് ദൈവത്തിന്റെ സാക്ഷിയാണ്. This was what Lord God told concerning that he was perfect and upright and one that feared God and eschewed evil. ദാവീദിനെ കുറിച്ച് ദൈവം സാക്ഷി പറഞ്ഞു. And concerning David also we see God testify. അവൻ എന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവനാണ്. He is the one who ministered me according to my counsel. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാവിന്റെ സാക്ഷ്യം, പിതാവിനെ കുറിച്ച് യേശുവിന്റെ സാക്ഷ്യം എത്ര മഹത്വമാണ്. And how glorious is the witness of Lord Jesus towards the Father and Father about the Son. യേശു മറിയയും മറിയുടെ കുടുംബത്തെയും ഒരു സഹോദരങ്ങളെയും സ്നേഹിച്ചതായി കാണുന്നു. അവരെ കുറിച്ച് നല്ല സാക്ഷി ദൈവത്തിനുണ്ടായിരുന്നു. We see that Lord God loved Mary and all his family members, and he had a good testimony concerning them. മാർത്തയും മറിയയും അവരുടെ സഹോദരനായ ലാസറിനെയും ദൈവം സ്നേഹിച്ചു എന്ന് കാണുന്നു. We see that Jesus loved Martha, Mary and their brother Lazarus. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൾ ആരും അവൾ അവഗണിക്കത്തില്ല. ഞാൻ എന്നിൽ ചെയ്തതായ പ്രവൃത്തികൾ, എന്നോട് കാണിച്ച സ്നേഹം ഞാൻ ഒരു കാലത്ത് മറക്കത്തില്ല. അവൾ എവിടെല്ലാം സുവിശേഷം ഞാൻ അറിയിക്കുന്നുവോ അവളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുമെന്ന് മറിയെക്കുറിച്ച് യേശു പറഞ്ഞു. And about Mary, Lord Jesus told that she has chosen the good part and none can take it away from her. And wherever I shall proclaim this gospel, I shall speak good of her, said Jesus. Praise be to God. ദൈവമക്കളെ, അങ്ങനെ നമ്മൾ ബൈബിൾ പഠിച്ചു നോക്കിയാൽ ദൈവത്താൽ സാക്ഷ്യം ലഭിച്ച അനേകരെ നമുക്ക് കാണാൻ കഴിയുന്നു. Dear children of God, when we go through the Bible in this manner, we see all those who had received good report from the Lord. നമ്മുടെ ബൈബിളിൽ കുറിവാക്യമായി വായിച്ചതായ വേദവാക്യം സമീറിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. And that's the key verse when we read, we see regarding Samuel mentioned there. അതിന്റെ 1 വാക്യം മുതൽ 1 സമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 വാക്യം മുതൽ വായിച്ചേ. 1 Samuel chapter 12 and verse 1 onwards. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞതെന്തെന്നാൽ, ശ്രദ്ധിക്കണം, അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ട് നിങ്ങൾക്കൊരു രാജാവിനെയും വാഴിച്ചു തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചവനുമായി എന്റെ മക്കൾ നിങ്ങളോട് കൂടെ ഉണ്ട്. എന്റെ ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവന്റെ അഭിഷിക്തന്റെയും മുൻപാകെ എന്റെ നേരെ സാക്ഷീകരിപ്പൻ, അത് ഞാൻ മടക്കിത്തരാം. അതിന് അവർ, നീ ഞങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ യാതൊരുത്തിന്റെയും കയ്യിൽ നിന്ന് വല്ലതും അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ പിന്നെയും അവരോട്, നിങ്ങൾ എന്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി, അവന്റെ അഭിഷിക്തനും ഇന്ന് സാക്ഷി എന്ന് പറഞ്ഞു. The Lord is witness against you and his anointed is witness this day. നിങ്ങൾ എന്റെ പേരിൽ ഒന്നും കണ്ടിട്ടില്ലെന്ന് യഹോവ സാക്ഷി. The Lord is witness that he had not found out in my hand. ദൈവമക്കളെ, നമ്മുടെ ദൈവം സാക്ഷിയായിരിക്കണം. Dear children of God, God should be witness. ശമൂവേലിന്റെ ജീവിതത്തിൽ നമ്പരിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു. ഈ കാര്യത്തിൽ എന്തെങ്കിലും
എന്റെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തരികാൻ പറയുന്നു. Many things are mentioned about Samuel here, and it is said that if I found anything wrong in my hand, you can speak out of it. അതാണ് നല്ല മനസ്സാക്ഷി. And this is the good conscience. ദൈവത്താൽ ഉള്ള ഒരു സാക്ഷ്യം ദൈവമക്കളെ എന്നിലും നിങ്ങളിലും കർത്താവ് ആഗ്രഹിക്കുകയാണ്. Dear children of God, our God decides that He Himself should give a good report concerning you and me. ദൈവം സാക്ഷി പറയണം. God should be a witness. മനുഷ്യൻ പറയുന്നതല്ല, not men, മറ്റു സമൂഹങ്ങൾ പറയുന്നതല്ല, not other people. എല്ലാവരുടെ ഇടയിലും സാക്ഷി നമുക്ക് വേണം. We need a good witness amidst all our brethren. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും നമുക്ക് നല്ല സാക്ഷി വേണം. എല്ലാവരുടെ മുമ്പിലും നല്ലവരായി നമ്മൾ ജീവിക്കുകയും വേണം. We should be good among all the people, and we should have a good witness amidst all the people who are saved and unsaved. മറ്റൊരു കാര്യം, but one thing, ദൈവം നമ്മെക്കുറിച്ച് സാക്ഷി പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മേലോട്ട് പോകാൻ കഴിയില്ല. if God never testifies of us, we will never be able to go up. നമ്മുടെ ജീവിതം പ്രകാരമാണ്. How was our life? നമ്മുടെ നടപ്പ് പ്രകാരമാണ്. How was our conversation? നമ്മുടെ കൊടുക്കുവാങ്ങൽ പ്രകാരമാണ്. How was our intervention? നമ്മുടെ സംസാരം പ്രകാരമാണ്. How was our talk? നമ്മുടെ പ്രവൃത്തി പ്രകാരമാണ്. How was our deeds? നമ്മുടെ ആയിരിക്കുന്ന ഓരോ അനുഭവങ്ങളെ കുറിച്ചും നല്ലവണ്ണം ശരിയായ അറിവുള്ള ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ കർത്താവ്. Our Lord God is the one who has a very good knowledge about each and every of our works. നമ്മുടെ രഹസ്യ ജീവിതങ്ങളും നമ്മുടെ ആയിരിക്കുന്ന പരസ്യ ജീവിതങ്ങളും ഒക്കെ എല്ലാം നമ്മുടെ ദൈവത്തിന് അറിയാം. പക്ഷെ മനുഷ്യനോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവർക്കോ ആർക്കും അറിയത്തില്ലായിരിക്കാം. Our external life and all our secret life regarding all this, our God knows very well, but none of our family members might know concerning it. മക്കളെ, നമുക്കൊരു സാക്ഷി ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കണം. Dear children of God, God should testify concerning us. ഞാൻ ജീവിതത്തിൽ ഒരു കുറവും ഇല്ലാത്തവനെന്ന് ഒരു സാക്ഷി. A testimony that there is no sin in me. സമീൽ പറഞ്ഞ വാക്ക് കേട്ടില്ലേ? Have you heard what Samuel told? ആ വാക്ക് മാത്രം അതിനെ മാത്രം വായിക്കാമോ? ഞാൻ ആരുടെയും ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം, ഒരുത്തന്റെ കാളയെ ഞാൻ മോഷ്ടിച്ചെടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? കഴുതയെ ഞാൻ അപഹരിച്ചിട്ടില്ല. ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവന്റെ അഭിഷിക്തന്റെയും മുൻപാകെ എന്റെ നേരെ സാക്ഷിയിരിപ്പൻ. ദൈവമക്കളെ, നിശ്ചയമായും ഇതുപോലുള്ള നമ്മുടെ ജീവിതത്തിൽ അനവധി കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് അല്ലെങ്കിൽ സമൂഹത്തിൽ മധ്യത്തിൽ നമുക്കൊരു സാക്ഷി പറയണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കുറവും ഒരു ന്യൂനതയും ഉണ്ടായിട്ടില്ലെന്ന് നമുക്ക് പറയുവാൻ കഴിയുമെങ്കിൽ അതാണ് ദൈവത്തിന്റെ സാക്ഷി. Dear children of God, if you are able to point out each and every of our experiences, saying that I am sinless or faultless in all these matters, then it is in this manner that God shall bear witness of us. 1 കൊരിന്ത്യർ 1:22 വാക്യത്തിൽ വായിക്കുമ്പോൾ, in 1 Corinthians chapter 1 and verse 22, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 2 കൊരിന്ത്യർ. ഞാൻ കുറ്റമില്ലാത്തവന് കുറ്റമില്ലാത്തവനായി നിൽക്കുന്നു എന്ന് ഒരു സാക്ഷി വിശുദ്ധ പൗലോസ് പറയുന്നു. 1 കൊരിന്ത്യർ 1:12. 2 കൊരിന്ത്യർ 1:12. 1 കൊരിന്ത്യർ 2 ആയി പോയി. ഞങ്ങൾ ലോകത്തിൽ വിശേഷ നിങ്ങളോടും ജഡജ്ഞാനത്തിലല്ല, ദൈവകൃപയിലത്രേ, ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. ദൈവമക്കളെ, ജീവിതത്തിൽ നിശ്ചയമായിട്ടും ദൈവസന്നിധി വിശുദ്ധിയോടും നിർമ്മലതയോടും നിഷ്കളങ്കതയോടും ജീവിച്ചു എന്നുള്ളതിന് ദൈവം സാക്ഷിയാണ്, മനസ്സാക്ഷിയും സാക്ഷിയാണ്. Dear children of God, God is a witness and our conscience too, in that we have lived before Him in holiness and simplicity and godly sincerity. ഹൃദയം നിന്നെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് സാക്ഷിയുണ്ടെങ്കിൽ മനസാക്ഷിയുണ്ട്. If your heart never blames you, then you have a good conscience towards God. ഹൃദയത്തിൽ കുറ്റം വിധിക്കുന്ന, കുറ്റം പറയുന്ന അല്ലെങ്കിൽ വിധിക്കത്തക്കതിലുള്ള ഏതെങ്കിലും സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ
നിശ്ചയമായും മനസ്സാക്ഷി എന്ന് പറയും, ഞാൻ കുറ്റക്കാരനാണ് കുറ്റക്കാരനാണ് കുറ്റക്കാരനെന്ന് പറയും. അങ്ങനെയെങ്കിൽ ദൈവം എങ്ങനെ സാക്ഷി പറയും? If your heart convicts of any of your sins found in your heart, your conscience will be constantly blaming you, telling you are an accused. Then if so, then how shall God bear witness concerning you? ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോസ്തലനായ പൗലോസ്, വിശുദ്ധ പൗലോസ് പറയുന്ന വാക്ക് എപ്രകാരം എന്നറിയാമോ? അപ്പോസ്തലർ 24-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. This, do you know what sin Paul speaks of him in Acts of Apostles chapter 24? We read verse 16. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി ഉണ്ടെന്ന് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ദൈവം സാക്ഷിയാണ്. And God is a witness that he did exercise himself to have always a conscience void of offense towards God and towards men. നമ്മെക്കുറിച്ച് ദൈവം സാക്ഷി പറയണം. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്തൊരു മനസാക്ഷിയിൽ അവൻ ജീവിക്കുമെന്ന് ദൈവം സാക്ഷി പറയണം. And regarding us too, God should justify that we to live a life having a conscience void of offense toward God and men. ഒരാൾ മരിക്കുമ്പോൾ വേണ്ടാത്തതും വേണ്ടുന്നതും ഒക്കെ വിളിച്ചു പറയും. When a person dies, people will speak of them good and evil. കുടുംബത്തെ അല്ലെങ്കിൽ പ്രസാദിപ്പിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ വിളിച്ചു പറഞ്ഞേക്കാം. In order to please their family members or the society, they would speak good of him. വാസ്തവമായിട്ട് ദൈവമക്കളെ ചിന്തിച്ചു നോക്കിയാണെങ്കിൽ അവരുടെ ജീവിതം എപ്രകാരമായിരുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി നോക്കിയാൽ ആ സാക്ഷിക്ക് ഒരു അർത്ഥമില്ല. But if we look into his past life as to how it was, then truly that his testimony would be in vain. എല്ലാവരെ കുറിച്ചല്ല, എല്ലാ സാക്ഷിയെ കുറിച്ചല്ല, ചില വ്യക്തികളെ കുറിച്ചുള്ള സാക്ഷികൾ കേട്ടാൽ നമുക്ക് വളരെ പ്രയാസം തോന്നാറുണ്ട്. Not regarding all, but when we hear being testified of some people, we would be sorrowful. മക്കളെ, ജീവിതത്തിൽ നല്ലൊരു മനസ്സാക്ഷിയോടെ ഞാൻ ജീവിക്കുന്നു എന്നുള്ളതിന് ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കണം. Dear children of God, God should bear witness that we live with a good conscience. രക്ഷിക്കപ്പെടുന്ന ഞാനെടുത്ത വിഷയം പ്രാപിച്ച് ദൈവപ്രമാണത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ അത് വിട്ടിട്ട് വീണ്ടും ആ ജാതികളെക്കാൾ അപ്പുറമായിട്ട് നിലയിൽ കൂടെ കൂട്ടുകെട്ടിൽ അകപ്പെട്ടിട്ട് ശേഷം തോന്നിയതുപോലെ ജീവിക്കുന്നെങ്കിൽ അവിടെ അവസാനം എന്തായിരിക്കും എന്ന് ചിന്തിക്കാറുണ്ട്. After having received the experience of salvation, taken water baptism, received the anointing of the Holy Ghost, and then if they go back towards their worldly pleasures and sinful life, I often used to think how they would end up their lives. പക്ഷേ സമൂഹമധ്യത്തിൽ ചിലപ്പോൾ നിനക്ക് വിലയും നിലയും ഉണ്ടായിരിക്കാം. In the society you might have fame and position. സഭയിൽ വന്നിരുന്നേക്കാം. You might come into the ഞാൻ ഇവിടുത്തെ വിശ്വാസിയാണെന്ന് പറഞ്ഞേക്കാം. You might say I'm a believer. പക്ഷേ ദൈവത്താൽ നിനക്ക് സാക്ഷി ലഭിച്ചില്ലെങ്കിൽ നിന്റെ ഗതി എന്തായിരിക്കും? But will God be a witness concerning you? If not, what would be your end? അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 7:21 വാക്യത്തിൽ വായിക്കുമ്പോൾ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് എത്ര സ്വർഗ്ഗത്തിൽ കടക്കുന്നത്, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു എന്നൊക്കെയും പറയുമ്പോൾ യേശു പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിന്നെ ഒരു നാടും അറിഞ്ഞിട്ടില്ല. ദൈവത്താൽ അറിയാത്ത പ്രവൃത്തി ചെയ്തുകൊണ്ടെന്ന അർത്ഥം എന്താണ്? What is the meaning of doing things which do not please God? ദൈവമക്കളെ, പല കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ദൈവം സാക്ഷിയില്ല. Dear child of God, you might perform various wondrous works, but God never bears witness. ഞാൻ അത്ഭുതങ്ങൾ ചെയ്തു, I have done wonders, I have done marvelous works, I have prayed in many times, I proclaimed the gospel, I brought many people towards salvation, and have labored a lot for the Lord's work. I have labored a lot. You can say many things. നിന്റെ ജീവിതത്തിൽ ക്രമീകരണമില്ലെങ്കിൽ, വിശുദ്ധീകരണമില്ലെങ്കിൽ, നിർമ്മലതയില്ലെങ്കിൽ, നല്ല മനസ്സാക്ഷി ഇല്ലെങ്കിൽ ദൈവം എങ്ങനെ നിന്നോട് സാക്ഷി പറയും? But if you are unholy, if you are found with a bad conscience, and if you do not have a good conscience concerning you, how shall God bear witness? ദൈവമക്കളെ, ദൈവത്താലുള്ള ഒരു സാക്ഷ്യം നമ്മൾ പ്രാപിക്കണം. Dear children of God, God should be a witness for us. 26-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, in Psalm 26 and verse 7, 126-ാം സങ്കീർത്തനം 26-ാം വാക്യം, 7-ാം വാക്യം. കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നും കരയും. 73-ാം സങ്കീർത്തനം 13-ാം വാക്യം വായിച്ചാട്ട്. എന്നാൽ ഞാൻ
എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. വ്യർത്ഥമത്രേ. എന്താ കാര്യം? What is the reason? ജീവിതം ശരിയായ പാതയിൽ കൂടെ മുൻപോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിച്ചതും അല്ലെങ്കിൽ നിലവിളിച്ചതും കഷ്ടപ്പെട്ടതും അധ്വാനിച്ചതും പാടുപെട്ടതും പ്രവർത്തിച്ചതും ഒക്കെ വ്യർത്ഥമാണ്. Because I was unable to set right my life in the right way, verily I have cleansed my heart in vain. ചിലർക്ക് കൺവെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്, നല്ലപോലെ കഷ്ടപ്പെടും. Some will labor a lot when they come and attend the conventions. കൺവെൻഷന് വേണ്ടി എന്ത് ചെയ്യും? They will do anything for the convention. പണിയുണ്ടെങ്കിൽ അവിടെ നിശ്ചയമായി ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. They will be found always in the places where walls പക്ഷേ are there. ദൈവരാജ്യത്തിൽ നീ അകത്താണോ നീ പുറത്താണോ? But are you found in or out of the house of God? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളായിട്ടല്ല, ദൈവേഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തിന് ഇഷ്ടം മനസ്സോടെ ചെയ്തുകൊണ്ട് ദൈവമക്കളെ കർത്താവിന്റെ പ്രസാദപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സാക്ഷി നമുക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? Dear children of God, our God shall bear witness concerning us if we live not with eye service as men pleasers, but as servants of Christ, doing the will of God from the heart. ദൈവത്താലൊരു സാക്ഷി നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കുന്നു അല്ലെങ്കിൽ മാതൃകാപരമായി ജീവിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ സാക്ഷി നമ്മൾ പ്രാപിക്കണം. Our God should be a witness that we live with a good conscience and we live in the right way. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ In Daniel chapter 6 and verse 22, ദൈവത്താലുള്ള ഒരു സാക്ഷ്യത്തോടുകൂടെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം സാക്ഷി പറയും. if we live in such a manner that God shall testify concerning us, surely God shall be a witness. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതെ വണ്ണം എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവേ തിരുമുൻപിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ദൈവമക്കളെ പറയാൻ കഴിയുമോ? Dear children of God, can we say so? പരിശോധന മധ്യത്തിൽ നമുക്ക് ധൈര്യമായി പറയാൻ കഴിയുമോ? Amidst trials and tribulations, can we boldly say so? ദൈവത്തിന് മുമ്പിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവേ, അങ്ങയുടെ മുൻപിലും എന്നെ നോക്കിയാൽ ഒരു കുറവും കുറ്റവും കണ്ടെത്താൻ കഴിയില്ല, എനിക്ക് നല്ല മനസ്സാക്ഷിയുണ്ട്. He says that I have the good conscience that, O King, before thee and before the Lord, I have done no sin and I am innocent. ദൈവത്താൽ സാക്ഷ്യം ലഭിച്ചതായ ആ ദാനിയേലിനെ സിംഹത്തിന്റെ കുടിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ സിംഹത്തിന്റെ വായ അടച്ച് അവനെ പരിപാലിച്ചുവെങ്കിൽ അതാണ് ദൈവത്താലുള്ള അംഗീകാരം. This is the manner in which God accepted Daniel, that God sent his angel and shut the lion's mouth. ദൈവമക്കളെ, ദൈവത്താൽ ഒരു സാക്ഷ്യം നമ്മൾ പ്രാപിക്കണം. Dear children of God, our God should testify. സാക്ഷിയോടെ ജീവിച്ചുള്ള സാക്ഷ്യം നമ്മൾ പ്രാപിക്കണം. We should have this testimony that I have lived with a good conscience. മാതൃകാപരമായ ജീവിതം ചെയ്യുന്നുള്ള സാക്ഷ്യം പ്രാപിക്കണം. That I have lived an exemplary life. ദൈവത്തിന്റെ ഹിതപ്രകാരം മാത്രം ജീവിക്കുന്നു, അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം താല്പര്യപ്രകാരം ഒരിക്കലും പോയിട്ടില്ലെന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ ദൈവം ആമീൻ പറയും. If we can say that I have not gone beyond my own will, but I have lived only in accordance with God's will, surely our God will be a witness. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, in John the Gospel chapter 19 and verse 4, പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന് ഒരു കുറ്റമില്ലായിരുന്നു. There was no fault found in our Lord Jesus. Even though he was an executed, we see no fault was found in him. നമ്മെ ദൈവം പരിശോധിക്കുമ്പോൾ ഒരു കുറ്റമില്ലാത്തവരാണെന്ന് പറയണം. Whenever God shall prove us, he should say that there is no fault found in him. ആര് ശോധന ചെയ്താലും ശരി, എന്നിൽ ഒരു കുറ്റമില്ല. Whoever might try us, we should say that there's no fault in me. എന്റെ ദൈവത്താൽ എനിക്ക് സാക്ഷ്യമുള്ള വ്യക്തിയാണ്, എന്റെ കർത്താവ് എന്നെ കുറിച്ച് സാക്ഷി പറയുമെന്ന് പറയുവാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? How many of you are seated here who can boldly say that my God shall be a witness that I am faultless? എന്റെ ജീവിതം കറക്റ്റ് ആണ്. My life is correct. എന്റെ നടപ്പ് കറക്റ്റ് ആണ്. My walk is correct. എന്റെ പ്രവൃത്തികളൊക്കെ ഇടപാടുകളൊക്കെ കറക്റ്റ് ആണ്. All my deeds and interventions are right. നമ്മുടെ കർത്താവിന്റെ എന്റെ കർത്താവിന്റെ ഇതപ്രകാരം തന്നെ ഞാൻ ജീവിക്കുന്നു. I live only according to the will of God. എന്റെ കർത്താവിനെ നോക്കി അതിശയമായ ഒരു കുറവ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. When my God shall watch, there shall be no fault found in me. എന്റെ ദൈവം എന്നെ കുറിച്ച് സാക്ഷി പറയും. My God shall testify. എന്റെ കർത്താവിന്റെ സാക്ഷി പറയും. My God shall testify concerning me. അങ്ങനെയുള്ളവർ ആരുണ്ട്? How many of you can say so? ആരും കാണുന്നില്ല. കൈവർത്താൻ പറഞ്ഞാൽ എന്നെ കൈവർത്തും.
ദൈവത്തിന് സ്തോത്രം. Praise be to God. അങ്ങനെയെങ്കിൽ ഓരോ വ്യക്തികളിലും അവരവരുടെ അരിക്കുന്ന ന്യൂനതകളും കുറവുകളുണ്ട്. ദൈവത്താൽ സാക്ഷ്യം പ്രാപിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ, കർത്താവ് ആമീൻ അതെ എന്ന് പറയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതമുണ്ട് എന്നർത്ഥം എന്താണ്? So in each and every one of our lives we see there is various faults and shortcomings, and if God doesn't say amen to our life, then how will our life become profitable? ദൈവമക്കളെ, നിശ്ചയമായും നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണം. Dear children of God, surely our God should testify about us. അങ്ങനെ സാക്ഷ്യം പറഞ്ഞാൽ നിശ്ചയമായും സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. And if we say so, surely when we shall reach heaven, that we have no problems. ഞാൻ പാസ്റ്റർ ആകാനായിട്ട്, And in order to be ordained as pastor, പാസ്റ്റർ ആകുന്നതിന് മുൻപായിട്ട് ഒരു എൻക്വയറി ഉണ്ട് ചീഫ് പാസ്റ്റർമാരുടെ മുമ്പിൽ വെച്ച്. prior to ordination, we have an inquiry before the chief pastors. 3 പാസ്റ്റർമാരുടെ വന്നിരിക്കുകയാണ്. And 3 pastors were seated. പാസ്റ്റർ ജേക്കബ് രക്തസിംഗ് ഉണ്ട്, Pastor Jacob Ratna Singh, പാസ്റ്റർ ഫിയം ഉണ്ട്, Pastor PM. പിന്നെ മറ്റേ ആരാ നോക്കുന്നില്ല. ഞാൻ 3 പാസ്റ്റർമാർ, ചീഫ് പാസ്റ്റർമാരുടെ അല്ലെങ്കിൽ 3 പാസ്റ്റർമാരുടെ മധ്യത്തിൽ എന്നെ ഇവിടെ കൊണ്ട് നടുക്കിലെത്തി. And I was taken there and seated before the 3 pastors. പാസ്റ്റർ ജേക്കബ് രക്തസിംഗ് ചീഫ് പാസ്റ്റർ ചോദിച്ചു, നീ പണത്തിൽ വിശ്വസ്തനാണെന്ന് ചോദിച്ചു. Pastor Jacob Ratna Singh, our chief pastor, asked, are you faithful in money matters? പാസ്റ്റർ PM തോമച്ചാൻ പറഞ്ഞു, അവൻ പണത്തിൽ വിശ്വസ്തനാണെന്ന്. Pastor PM answered that yes, he is faithful. ആര് പറഞ്ഞു പുള്ളിയോട്? Who told him? എന്നെ നടത്തിപ്പാൻ സെൻട്രൽ പാസ്റ്റർ തന്നോട് പറഞ്ഞു താൻ പണത്തിൽ വിശ്വസ്തനാണെന്ന്. Our center pastor told him that I am faithful. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. I was wondering, ആരിത് പറഞ്ഞു? who told him? ഞാൻ കൊടുക്കുന്നതോ പ്രവർത്തിക്കുന്നതോ ഒന്നും ആരും അറിയത്തില്ല, ദൈവം അറിയാം, വിശുദ്ധന്മാർക്കും അറിയാം. Only God and saints know how much I shall give to the saints. ഒരിക്കലൊരു നടത്തിപ്പാലിന്റെ പെട്ടികളൊക്കെ പരിശോധിച്ചു. Once one of the servant of God was sent to check my suitcase, ഒന്നും കാണാനില്ല. but nothing was found there. ചില്ലറ മാത്രമേ ഉള്ളായിരുന്നു, നാണയങ്ങൾ മാത്രം. Only some coins were found there. ഞാൻ ചീഫ് പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ പാസ്റ്റർ ആകാൻ ഞാൻ യോഗ്യതയില്ല, എന്നെ ഇപ്പോൾ ആക്കണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. I told the chief pastor, I am unworthy to be ordained as a pastor now. It's not needed to ordain me now. ഞാൻ കുറച്ചുകൂടെ വളരാനുണ്ട്. Now I have to grow more. കുറച്ചുകൂടെ ക്രമീകരിക്കാനുണ്ട്. I have to set right my life more. ചീഫ് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു. Chief pastor answered, നീ പറയുന്നതാണ് അതിന്റെ യോഗ്യത. and as you told so, this is your ഞാൻ worthiness. വിചാരിച്ചു ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്ന പറയുമെന്ന് വിചാരിച്ചു ഞാൻ. And I thought that because I answered them in this manner, they would not ordain me at that time. ചീഫ് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞത്. Chief pastor answered, പറഞ്ഞു, ഇതാണ് അതിന്റെ യോഗ്യത. this is your worthiness. നിന്റെ കുറ്റം സമ്മതിച്ചതാണ് യോഗ്യത. You have accepted your sins, and this നിന്റെ is തെറ്റിനെ സമ്മതിച്ചതാണ് യോഗ്യത. because you have accepted your യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ ആകല്ല, യോഗ്യത ഇല്ലെന്ന് പറഞ്ഞ് പാസ്റ്റർ ആകണം. Not ordained as pastor by saying that I am worthy, but being considering yourselves to be unworthy, you should be ordained as a pastor. സത്യമായി പറയാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് വല്ലാതെ പറഞ്ഞിട്ട് തന്നെ പാസ്റ്റർ ആക്കിയതല്ലേ. Yes, let me tell the truth, confessing that I am unworthy. ദൈവമക്കളെ, ഇന്ന് മോൾക്കാലം നമ്മുടെ കുറ്റങ്ങളെ ഉള്ളതുപോലെ സമ്മതിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും അവിടെയാണ് സ്വർഗ്ഗം മാനിക്കുന്നത്. Dear children of God, this morning if you are able to accept our sins as it is, that's where heaven honors. നല്ല നല്ല വചനങ്ങൾ, good words. കഴിഞ്ഞ 3 ദിവസം രാത്രി നല്ല ജീവന്റെ വചനം നമുക്ക് നൽകി. And living words were proclaimed all through the past 3 days. നല്ല മെസ്സേജ് ആണെന്ന് പലരും പറഞ്ഞു. Many told that the message is very good. അതിൽ കൂടെ രൂപാന്തരം ഉണ്ടായിട്ടുള്ളവർ, എന്റെ പഴയ സ്വഭാവങ്ങളൊക്കെ മാറി ഇനിയുള്ള കാലഘട്ടം മുഴുവനും എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ്, ഒരു കുറ്റങ്ങളും ഒരു പരാജയവും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് തീരുമാനിച്ചവരുണ്ടെന്ന് കൈവയ്ക്കാണ്. All this were taken a decision in the presence of God, that all is having hearkened to the word of God, there was a true transformation in my life, and therefore henceforth there shall no sin come across my life. Please lift up your hands. പേടിയാ, പ്രസംഗം നല്ലതാണെന്നാ പറയുന്നത്. Many say that the നിനക്ക് എന്താ പ്രയോജനം? but how did it become നിനക്ക് എന്ത് നേട്ടമുണ്ടായി? how did it become നിനക്ക് എന്താ മാറ്റം ഉണ്ടായത്? നിനക്ക് കോട്ടമല്ല ഉണ്ടായത്. ദൈവം നിന്നെ കുറിച്ച് സാക്ഷ്യം പറയാൻ നമുക്ക് നിശ്ചയമായും ദൈവത്തിന് വചനം ശ്രമിക്കുമ്പോൾ നിശ്ചയമായും ദൈവമക്കളെ താഴ്ത്തി കൊടുത്ത് കുറ്റങ്ങളെ സമ്മതിച്ച യേശുവിലേക്ക് അടുക്കണം, ഇനി വരാതെ സൂക്ഷിക്കണം. അതാണ് ദൈവത്തോടെ സാക്ഷ്യം. You have to accept all your sins, and henceforth in all your lives you have to keep yourself away from sins, and if you live in this manner, truly God shall be a witness concerning you. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ഞാൻ പറഞ്ഞു വിട്ടാൽ ഒരുപാട് കാര്യങ്ങൾ ചില വിഷയങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയം നിർത്തുകയാണ്. Let me close this matter here because we have to go into കുറ്റങ്ങളെ സമ്മതിച്ച് ദൈവസന്നിധി ക്രമീകരിച്ച് ദൈവമക്കളെ നല്ല നിർമ്മല മനസ്സാക്ഷിയോടെ പോകാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈയോർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അജയനെ കേട്ടാൽ തന്നെ സാത്താൻ പുറകെ ഇറങ്ങി വരും. ഇന്ന് അജയനെ പറഞ്ഞു കേട്ടില്ലയോ? അയ്യോ,
ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എവിടെ പോവാനാ? ആ മനസാക്ഷിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ശക്തമായിട്ട് ശത്രുവിനെ ശക്തിയെ നിർമൂലമാക്കിക്കൊണ്ടൊരു അല്ലേ പറയാമോ? പറഞ്ഞെങ്കിലേ പറയുള്ളൂ. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ഇനിയുള്ള കാലഘട്ടം ഞാൻ നല്ല മനസാക്ഷിയോടെ ജീവിക്കും. അതാണ് സാക്ഷ്യം. This is our testimony that all through the days of my life I shall live with a good conscience. ദൈവമക്കളെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നല്ല നല്ല വചനങ്ങളൊക്കെ തന്ന് ദൈവം നമ്മെ നടത്തുന്നല്ലോ. Dear children of God, only because of our God loves us, He is giving us good words and leading us. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രിയ ദൈവമക്കളെ, നമുക്ക് രണ്ടാമതായി ചിന്തിക്കേണ്ടത്, secondly we have to think, ദൈവം സാക്ഷി പറയണമെങ്കിൽ എന്ത് ചെയ്യണം? For God to bear witness, what we have to do. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. Hebrews chapter 11 and verse 5. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ദൈവത്തെ സാക്ഷ്യം. This was the testimony of God. എടുക്കപ്പെടുന്നതിന് മുൻപേ ഹാനോക്ക് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചു. For before his translation he had this testimony that he pleased God. എന്താണ് സാക്ഷി? What is the testimony? ദൈവത്തെ പ്രസാദിപ്പിച്ചു ജീവിച്ചു എന്നുള്ള സാക്ഷി. He lived pleasing God, and this was the testimony. നടത്തിപ്പാരെ പ്രസാദിപ്പിച്ചെന്നല്ല. Not that he pleased the leaders. സഭയെ പ്രസാദിപ്പിച്ചെന്നല്ല. Not that he pleased the church. മറ്റു വേറെ ആളെ പ്രസാദിപ്പിച്ചെന്നല്ല. Not that he pleased any other person. ദൈവത്താൽ പ്രസാദിപ്പിച്ചു എന്നുള്ളതിന്, ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളതിന് സാക്ഷി. This was his testimony that he pleased God. ദൈവമക്കളെ, നാം ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം ചെയ്യണം. Dear children of God, we should live a life pleasing unto God. റോമലേഖനം 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, in Romans chapter 8 and verse 8 we read, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നല്ല. They that are in the flesh cannot please God. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നിശ്ചയമായും ജഡീയ സ്വഭാവങ്ങൾ ഇല്ലാതെ ജീവിക്കണം. Carnal nature should be freed in order to please God and live. ആത്മ സ്വഭാവമുള്ളവരായി നമ്മൾ ജീവിക്കണം. Which means you should live with spiritual natures. ജഡത്തിന്റെ അടിമപ്പെട്ടിട്ട് ശേഷം ജഡീയ സന്തോഷങ്ങൾ, ജഡീയ ഉല്ലാസങ്ങൾ, ജഡീയമായിട്ടുള്ള അനുഭവത്തിൽ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു കാലത്തും നിന്റെ ജീവിതത്തെ ദൈവം പ്രസാദിക്കത്തില്ല. Being enslaved to carnality, and you enjoy all kinds of sinful pleasures, carnal lives, then God will never please in your life. ഒരു കുട്ടിക്ക് സാക്ഷി പറഞ്ഞല്ലോ. A small child testified വാളകം സഭയിലെ from Walagam. എന്താ കുഞ്ഞു പറഞ്ഞത്? What did she say? ആ കുട്ടി മാത്രം പെന്തക്കോസ്തുകാരി. She was the only Pentecostal. ബാക്കിയെല്ലാം ദൈവം യേശു എന്താണെന്ന് അറിയാൻ വയ്യാത്തവരുടെ ജാതിയുടെ ഇടയിലാണ് വളർന്നത്. And she was grown up amidst the people who never knew who God is. അവരുടെ മുമ്പിൽ and amidst them ക്രിസ്തു ആരാധനയുടെ വെളിപ്പെടുത്തക്ക നിലയിൽ തന്റെ ജീവിതത്തെ സൂക്ഷിച്ചു എന്നുള്ളതാണല്ലോ സാക്ഷികൾ. This was her testimony that she lived a life that she could reveal that Christ liveth in her. നിന്റെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ മദ്യപാനിയായിരിക്കാം. Perhaps all your friends might be drunkards. മറ്റേതെങ്കിലും പാപ ഉല്ലാസങ്ങൾ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. Or there might be people living in sinful pleasures. അവരോട് ചേർന്ന് നീ ഇണങ്ങി അങ്ങനെയുള്ള അവസ്ഥയായി കഴിഞ്ഞാൽ ദൈവനാമം മഹത്വപ്പെടുമോ? ദൈവനാമം ദുഷിക്കപ്പെടുമോ? If you join them and live, will the name of God be glorified, or will the name of God be blasphemed? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. They that are in the flesh cannot please God. ജഡസ്വഭാവത്തിൽ കൂടെയാണ് നീ ജീവിക്കുന്നെങ്കിൽ ഒരു കാലത്തും ദൈവത്താൽ ഒരു സാക്ഷി നിനക്ക് ലഭിക്കത്തില്ല. If you live a carnal life, then never God will bear witness regarding you. റോമലേഖനം 14-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, in Romans chapter 14 and verse 18 we read, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ദൈവമക്കളെ, ക്രിസ്തുവിനെ സ്നേഹിക്കണം, ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണം, മനുഷ്യർക്കുടെ മുൻപിൽ കൊള്ളാവുന്നവരായി ജീവിക്കണം ദൈവം സാക്ഷി പറയണമെങ്കിൽ. Dear children of God, we should serve God, we should love God, and you should be approved of men for God to be a bad witness. അതുകൊണ്ടാണ് ദൈവമക്കളെ ജഡീയ സന്തോഷങ്ങളും പാപ ഉല്ലാസങ്ങളും പാപജീവിതങ്ങളും ഒന്നും നമുക്ക് വേണ്ട. കുടുംബങ്ങളിൽ ടെലിവിഷനും മറ്റു കാര്യങ്ങളും ഒന്നും നമ്മൾ കാണരുത്, കേൾക്കരുത്, അനുഭവിക്കരുത്. ഇത് നമുക്ക് വേണ്ട എന്ന് പറയുന്നതിന് കാരണം എന്താണ്? ദൈവത്താൽ സാക്ഷി ലഭിക്കാൻ വേണ്ടിയാണ്. What is the reason we say we should not watch television or get entangled in any kinds of worldly life or sinful pleasures?
precious because God to testify concerning us. Praise be to God. In Romans chapter 15 and verse 2, നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. ഒന്നുകൂടെ വായിച്ചാട്ട്. നമ്മിൽ ഓരോരുത്തരും കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. ആത്മീയ വർധനയ്ക്ക് വേണ്ടി കൂട്ടുകാരന്റെ മുമ്പിൽ നീ നല്ല പ്രവൃത്തി ചെയ്താൽ അത് ദൈവപ്രസാദമാണ്. For spiritual edification, if you do good works before your friends, then it is a good work. നിന്റെ കൂട്ടുകാരൻ ഒരു മദ്യപാനിയാണെങ്കിൽ നീ കൂടെ കയറി പോയി കുടിച്ചാൽ എങ്ങനെയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്? If your friend is a drunkard and you two go together with him, വഴിതെറ്റി നടക്കുന്ന വ്യക്തിയാണ് നീ അതുപോലെ ആയി പോയാൽ എന്തായിരിക്കും ഗതി? If your friend goes in the perverted way and you two follow him, what would be your end? നിന്റെ കൂട്ടുകാരൻ സിനിമയിൽ നാടക കൂട്ടുകാഴ്ച കാണുന്ന വ്യക്തിയാണെങ്കിൽ നീ അവരോട് പോയിട്ട് കണ്ടാൽ if your friend is a person who watches movies and you to go in and join him, then how shall God's name be glorified? ദൈവമക്കളെ, ദൈവത്താൽ സാക്ഷ്യം നമുക്ക് ലഭിക്കണം, ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളത്. Dear children of God, our God should testify about us that we have pleased him. കൊരിന്ത്യലേഖനത്തിൽ വായിക്കുമ്പോൾ in Corinthians we read, in chapter 7 and verse 32 and 33, വിവാഹം കഴിച്ചവർ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്നുള്ളത് വെച്ച് അവർക്കുള്ള ചിന്തിക്കുന്നു. വിവാഹം കഴിക്കാത്തവരോ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം വെച്ച് ദൈവത്തിനുള്ളത് ചിന്തിക്കുന്നു. He that is married careth for the things that are of the world, how he may please his wife, and he that is unmarried careth for the things that belong to the Lord, how he may please the Lord. അതുകൊണ്ട് ഈ മക്കളെ, കർത്താവിന്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് മാത്രം ഇരിക്കണം, ആ കാര്യം തന്നെ നോക്കി ജീവിക്കണം, അതേ നിലയിൽ തന്നെ മുൻപോട്ട് പോകണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശുശ്രൂഷയുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന യോഗ്യതയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. That is why concerning the servants of God, when we learn, we see that they should be the ones who should please God alone and who are always found entangled in that work alone. And regarding the servants of God, we read in this manner. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 രാത്രിയിലും സ്വർഗ്ഗ സീയോനെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ മഹത്വമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് നമുക്ക് ശ്രമിക്കാനിടയായിരുന്നു. All through the past we heard about the glorious experiences of Zion. ആർക്കവിടെ പ്രവേശിപ്പാൻ കഴിയും? Who can enter there? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക്, all those who please God, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നവർക്ക്, all those who live according to God's will, ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് അതുപോലെ ജീവിക്കുന്നവർക്ക്, all those who obey the statutes of God and live accordingly, ജഡീയ സ്വഭാവങ്ങളെ മരിപ്പിച്ചുകൊണ്ട് ദൈവിക ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർക്ക്, all those who mortify their carnal natures and live in the spirit. മനുഷ്യൻ കോപിഷ്ഠനായിരിക്കാം. If a man gets angry, ജനക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും കോപം മുൻപിരിക്കുക. In some people we see all good natures, but അങ്ങനെയുള്ളവർ നിശ്ചയമായും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരല്ല. all such people are not the ones who please God. പാപത്തിന്റെ ശക്തിയാണ് കോപം എന്ന് പറയുന്നത്. പാപത്തിന്റെ ശക്തിയാണ്. Anger is the power of sin. ബാക്കി ഒരു കാര്യം എല്ലാ കാര്യത്തിലും ക്ലിയർ ആയിരിക്കാം. In all other ways we see they are correct. ചിലർക്ക് കോപം മുഴുത്തിരിക്കുകയാണ്. Some are found hot tempered. അത് പാപത്തിന്റെ ശക്തിയാണ്. This is the power of sin. ഒരു കാലത്ത് ദൈവം സാക്ഷി പറയത്തില്ല. Never God shall bear witness concerning. നഷ്ടം സഹിക്കണം. You have to endure losses. കഷ്ടം സഹിക്കണം. You have to endure sufferings. നിന്ദകൾ സഹിക്കണം. You have to endure reproaches. ദുഃഖങ്ങൾ സഹിക്കണം. Endure oppressions. ദൈവമക്കളെ, ഏതവസ്ഥയിൽ പോയാലും സന്തോഷത്തോടെ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് വന്നെങ്കിൽ നിശ്ചയമായിട്ടും അതാണ് ദൈവത്തോടുള്ള സാക്ഷ്യം. In whichever path you are led, if you press forward pleasing God alone, this is the testimony of God concerning you. Praise be to God. നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാണ്. We should be the ones who please God. അതുകൊണ്ടാണ് ദൈവം ശിഷ്യന്മാരെ ദൈവം തിരഞ്ഞെടുത്തത്. That is why God chose his disciples. എല്ലാം വിട്ട് കർത്താവിനെ മാത്രം അനുഗമിക്കാൻ പറഞ്ഞു. God told them to follow him alone, leaving everything. ദൈവമക്കളെ, സകലത്തെ വിട്ട് കർത്താവിനെ മാത്രം അനുഗമിക്കാന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ബന്ധമല്ലാതെ മറ്റൊരു ബന്ധവും അല്ലെങ്കിൽ ചിന്തയോ വികാരമോ വിചാരമില്ലാത്ത അവസ്ഥയാണ്. Leaving everything and following God signifies that having no strange thoughts other than God alone. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ ശുശ്രൂഷക്കാർ എന്നോട് കൂടി ഇരിക്കും. That is why Lord God told that my servants shall be with me. രാത്രി നമ്മൾ കേട്ടതുപോലെ കർത്താവിനെ അനുഗമിക്കുന്നവർ, കർത്താവിനെ പിൻഗമിക്കുന്നവർ, കർത്താവിന്റെ ഹിതപ്രകാരം മുൻപോട്ട് പോകുന്നവരെ നിശ്ചയമായും ഇരുത്തുവാൻ സ്ഥലത്തെ ഒരുക്കുന്നുണ്ട്. അതാണ് സ്വർഗ്ഗസിയോ. All those who follow God, all those who serve God alone, for him our God is preparing a beautiful place, and it is heavenly Zion. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായിട്ട് ജീവിക്കണം. We have to examine that which is pleasing unto God, and we should be found in light. കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്
വെളിച്ചത്തിലുള്ളവരായിട്ട് വസിക്കണം. We have to examine that which is pleasing unto God, and we have to dwell in the light. എഫേസ്യർ 5:9. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. We have to walk in the light, proving which is acceptable unto the Lord. വെളിച്ചത്തിന്റെ മക്കളാണെങ്കിൽ അവർ കര ഉയർത്തി ശക്തമായിട്ട് ഈ ദേശം ഇളകുമാർ ഒരു അല്ലേലൂയ പറയാമോ? വെളിച്ചത്തിന് മക്കൾ കര ഉയർത്തി അല്ലേലൂയ പറയട്ടെ. നമ്മൾ വെളിച്ചത്തിന് മക്കളാണ്. Many are found as the children of light. വെളിച്ചത്തിന് മക്കൾ ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കും. Children of light should live pleasing God. 2 കൊരിന്ത്യർ 5:9 വാക്യത്തിൽ വായിക്കുമ്പോൾ in 2 Corinthians chapter 5 and verse 9, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമായിരിക്കണം. വായിച്ചേ. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിടുമ്പോഴും ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ചെയ്തുകൊണ്ട് വേണം അവസാനിക്കാൻ. whether present or absent, when you enter your lives, it should be pleasing unto God. ചിലര് മരിക്കുന്ന സമയത്ത് നല്ല പാട്ടുകൾ പാടി മരിക്കും. While dying, some people would sing good songs. നല്ല ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ സംസാരിച്ച് മരിക്കും. Some would speak unknown tongues and die. ദൈവത്തോട് സംസാരിച്ച് മരിക്കും. Some will die speaking towards God. എത്രയോ വിശ്വാസികളെ എത്ര വേലക്കാരെ എനിക്കറിയാം. I know of many believers and servants of God. ദൈവമക്കളെ മരിക്കുന്ന സമയത്തും തന്റെ ജീവിതത്തിലെ കർത്താവുമായി സംസാരിച്ചുകൊണ്ട് മരിക്കും. And even while dying, they shall have a constant talk with God and then die. ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളതിന് ദൈവമക്കളെ ദൈവത്താൽ സാക്ഷ്യം ലഭിക്കണം. God should testify concerning us that we have pleased God. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അഭിമാനമുണ്ട്. ഗലാത്യർ 1:10 വാക്യം അവനെ പ്രസാദിപ്പിച്ചു എന്നുള്ളൊരു മാന്യത, ദൈവമക്കളെ അംഗീകാരം അല്ലെങ്കിൽ മനസ്സാക്ഷി നമുക്ക് വേണം. അങ്ങനെ വേണം മരിക്കാൻ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കത്തില്ല. For if I yet please men, I should not be the servant of Christ. നമ്മൾ ദൈവത്താൽ സാക്ഷ്യം ലഭിക്കണം. God should testify concerning us. എങ്ങനെ? How? ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിച്ചു എന്നുള്ളൊരു സാക്ഷി. And this should be testimony that we have pleased God and lived in accordance with His will. കയീന്റെ ഹാബേലിന്റെ യാഗം, the sacrifice of Cain and Abel, ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. God had respect unto Cain and his offering. കയീനിനും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. And in Abel's offering God had respect, but not unto Cain and his offering. അവന് കോപമുണ്ടായി. And he was wroth. അവന് കുലപാതകനായിട്ട് മാറി. And he became a murderer. സ്വന്തം സഹോദരനാണ്. His own brother. ദൈവം പ്രസാദിക്കാതിരുന്നപ്പോൾ സംഭവിച്ചതറിയാമോ? അവന് പിശാച് കയറി. When God did not please in his offering, Satan entered him. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ചില വ്യക്തിയുടെ മുൻകോപങ്ങളും ശാഠ്യങ്ങളും വൈരാഗ്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അന്നോട് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം പ്രസാദിക്കാത്ത ഒരുവനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. Very often when I see the anger, people who are hot tempered and wrath, I could understand that God never pleases in their life. Praise be to God. ദൈവമക്കളെ, ദൈവം പ്രസാദിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. To be accepted of God, a choosing is needed. നല്ലതിനെ തിരഞ്ഞെടുക്കണം. Choose the good. നല്ലതിന്റെ ശ്രേഷ്ഠതയെ തിരഞ്ഞെടുക്കണം. The excellent one among the good ones you have to. ദൈവമക്കളെ, കർത്താവിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വിശുദ്ധന്മാരല്ല കർത്താവ് വരി പോകുന്നത്, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കുന്ന ആ അവസ്ഥയിൽ ജീവിക്കുന്നവരെയാണ് കർത്താവ് ചേർക്കുന്നത്. Therefore, dear children of God, when our Lord comes, He shall gather not the saints, but all those saints who yet sanctify themselves. ദൈവമക്കളെ, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് എന്തൊക്കെയും ഏതൊക്കെയും നിലയിലല്ല. ദൈവഹിതപ്രകാരം ദൈവമക്കളെ ജീവിക്കുന്നവർ വീണ്ടും വീണ്ടും അതിനെ പുതുക്കി വിശുദ്ധിയുടെ മഹിമയിൽ ദൈവമക്കൾ ജീവിക്കണം. All those who live according to God's will in the spirit of holiness, they have to renew their lives and go on in this manner God would please in their lives. You might be a person who never miss it. You might never miss reading a Bible. You might have all good characters and even secret prayer too. And you might fast and pray too. You might do all good works. ഒരു ജയജീവിതം ചെയ്തു എന്ന് ദൈവത്താൽ ഒരു സാക്ഷ്യം
കാണുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രസാദിപ്പിക്കുവാൻ ദൈവത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം? But if you are unable to please God living a victorious life, how shall your life be useful for you? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച കർത്താവിലേക്ക് നമുക്ക് അടുക്കാം. We have to formulate our lives and come nigh unto God. നമ്മൾ ദൈവത്താൽ പ്രസാദം നമുക്ക് ലഭിക്കണം. Our God should please in our lives. ദൈവത്താൽ ഒരു സാക്ഷ്യം നമുക്ക് ലഭിക്കണം. Our God should testify about us. എഫേസ്യലേഖനം 6:6 വായിക്കുമ്പോൾ, in Ephesians chapter 6 and verse 6 we read, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല ദൃഷ്ടി സേവ ചെയ്യും. എന്താണ്? എല്ലാവരും കാണാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയൊക്കെ ചെയ്യും. Some are found doing things in order to seek others' attention. Pastor to you, ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട്, before coming for the ministry, താന് പുതികാവ് ഭാഗത്തു നിന്ന് അവിടെ വീട്ടിൽ നിന്ന് അവിടെ ടൗണിലെ സ്ഥലം മറന്നുപോയി. അവിടെ ടൗണിലെ എറണാകുളം ടൗണിൽ ഒരു പ്രദേശത്ത് നമ്മുടെ പണ്ടത്തെ ആദ്യത്തിലുള്ള തേവര ഭാഗത്തേക്ക് അന്നൊരു വാടക വീട് എടുത്ത് കർത്താവ് വേല ചെയ്യുമ്പോൾ അവിടേക്ക് താൻ നടന്നു പോകുകയായിരുന്നു. Our faith home was a rent house at Tevara, and from his house he used to go by walk to the faith home. ആരാധനയ്ക്ക് പോകുമ്പോൾ, while going for the worshiping, വണ്ടിക്കൂലി മാതാപിതാക്കൾ കൊടുക്കും. His parents had given the bus fare. മാത്രമേ നമ്മുടെ വിശ്വാസത്തിലുള്ളൂ. He was the only person who came to our faith. ആ പൈസ കൈവച്ചിട്ട്, having the bus fare in his hand, താന് നടന്ന് വിശ്വാസ വീട്ടിൽ ചെല്ലും. By walk he used to go to the faith home. അവിടുത്തെ സെൻട്രൽ മദർ നോക്കിയിരിക്കുകയാണ്. തോമസ് വരുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ വിടാം. Center mother will be waiting for him. തോമസിനെ മാർക്കറ്റിൽ വിടുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് തോമസ് വരുമ്പോൾ തോമസിനെ നമുക്ക് മാർക്കറ്റിലേക്ക് വിടാം എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കും. തോമസ് എങ്ങനെയാണെന്ന് അറിയാമോ? കയ്യിരിക്കുന്ന പൈസയുമായിട്ട് അവിടെ ചെന്ന ശേഷം മാർക്കറ്റിലേക്ക് വിടുമ്പോൾ അവർ തരുന്ന കാശ് മാത്രമല്ല, തന്റെ കയ്യിരിക്കുന്ന കാശ് കൊണ്ടിട്ട് ശേഷം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു കൊടുക്കും. അത് അവർക്ക് ആർക്കും അറിയത്തില്ല. എന്റെ കയ്യിലിരുന്ന കാശ് കൊണ്ടാണ് ഞാൻ ചെയ്തതെന്നുള്ള കാര്യം ആരും താൻ പറയത്തില്ല. അത് മാത്രമല്ല ദൈവമക്കളെ, അതിനുശേഷം താൻ ചെയ്യുന്ന പ്രവൃത്തി പറയുന്നത്, എല്ലാവരും ഉറങ്ങാൻ കിടക്കുമ്പോൾ അവിടെ കിണറില്ല, മറ്റ് പൈപ്പില്ല, ഒന്നുമില്ല. ഏതോ 1 കിലോമീറ്റർ അകലെ പോയിട്ട് വേണം വെള്ളം കൊണ്ടുവരുവാൻ. അവിടെയുള്ള പാത്രങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം താൻ അർദ്ധരാത്രി തന്നെ പോയിട്ട് ആ പാത്രങ്ങളിലൊക്കെ വെള്ളം നിറച്ചു വെക്കും. ഒരു മനുഷ്യനോട് പറയത്തില്ല. അതിനുശേഷം സുഖമായിട്ട് ഉറങ്ങും. ഒരു ദിവസം താൻ വെള്ളപാത്രങ്ങളൊക്കെ നിറച്ചു വെച്ചതിന് ശേഷം അവിടെ രാവിലെ പല്ല് തേക്കാൻ നേരത്ത് ആ വെള്ളത്തിൽ നിന്ന് 1 കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞപ്പോൾ സെൻട്രൽ മദർ ശാസിച്ചു, നീ വല്ലവരും കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളം കോരി ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ വന്നിരിക്കുന്നതോ? എത്രയോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അറിയാമോ? പറഞ്ഞപ്പോൾ ഇത് ഞാനാ കോരി എന്നുള്ളത് പുള്ളി പറഞ്ഞതുമില്ല. അങ്ങനെ താൻ എന്ത് ചെയ്തു? അങ്ങ് അത് കേട്ടിട്ട് തന്നെ പുറകോട്ടം മാറിക്കഴിഞ്ഞപ്പോൾ സെൻട്രൽ മദർ ചോദിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താണ് ശാസിച്ചത്? ഈ വെള്ളം കോരി വെച്ച ആരെന്നറിയാമോ? രാത്രി മുഴുവനും ഉറങ്ങാതെ ആ പൈതൽ രാത്രി മൊത്തം വെള്ളം കോരി വെച്ചത് ആ പൈതലാണ്. അവനാണ് വെള്ളം കോരി വെച്ചത്. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഈ മാർക്കറ്റിൽ പോകുമ്പോൾ സാധനം വാങ്ങുന്നതിന് കൂടുതൽ സാധനം മേടിക്കുന്ന എവിടെയാണ്? അവന് കിട്ടുന്ന വണ്ടിക്കൂലി കൊണ്ടുള്ള ആ പൈസ, കയ്യിരിക്കുന്ന പൈസ കൂടെ ഇട്ട ശേഷം സാധനം മേടിച്ചിരുന്നു. അവന് സാധനം പൈസ മേടിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാ ദൈവമക്കളെയും മഹിമയുടെ അനുഭവം, ദൈവത്തിൽ മറഞ്ഞിരുന്നിട്ട് ജീവിച്ച അനുഭവം. അതാണ് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പ്പോൾ ദൃശ്യസേവകളായിട്ടല്ല, ദൈവേഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിച്ച വിശുദ്ധനെ ദൈവമക്കളെ നമ്മുടെ വേലയുടെ മുൻനിരയിൽ കൊണ്ടുവന്നു. എത്രയോ ശ്രേഷ്ഠനായിട്ട് ഈ വേല അവസാനിച്ചു. Our God brought him to the forefront of this ministry and he had a blessed end. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവത്തിൽ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് അനുഗ്രഹം. Being hidden in God and then laboring, it is a blessing. കൺവെൻഷന് ഞാൻ 5 രൂപ കൊടുത്തു കേട്ടോ, 5000 രൂപ കൊടുത്തു ഞാൻ കേട്ടോ, 5000 രൂപ കൊടുത്തു, 5000 കൊടുത്തു, 5000 കൊടുത്തു, 5000 കൊടുത്തു, 10000 പേരോട് പറയും. എന്നാൽ 1 ലക്ഷം കൊടുത്തവനും ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അവന് അനങ്ങത്തൊരു ആരോടും പറയില്ലെന്ന് പറയുന്നത്. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളായിട്ടല്ല, ദൈവേഷം മനുഷ്യനോട് ചെയ്തുകൊണ്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരെ പോലല്ല, ദൈവത്തെ പ്രസാദമുള്ളത് ചെയ്ത് ജീവിക്കുന്നെങ്കിൽ ദൈവത്താൽ സാക്ഷി ലഭിക്കും. Not with eye service as men pleases, but as the servants of Christ, doing the will of God from the heart we live, then our God shall bear witness. Praise be to God. എങ്ങനെയാണ് പ്രസാദിപ്പിക്കേണ്ടത്? How should we please God? ഒരു വചനമുണ്ടല്ലോ, വിശ്വാസത്താൽ, by faith. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നല്ല. എബ്രായലേഖനം 11:6 വാക്യത്തിൽ വായിക്കുന്നല്ലോ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നല്ല.
In Hebrews chapter 11 and verse 6 we read, without faith it's impossible to please him. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുള്ളതല്ല. വിശ്വാസത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയതിനു ശേഷം നീ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും അത് ദൈവത്തെ പ്രസാദമല്ല. If the power of faith lacks in your life, whatever you do, your life will never be pleasing unto God. നീ അർപ്പിക്കുന്ന സ്തോത്രവും സ്തുതിയും പ്രാർത്ഥനയും ഒക്കെയും ദൈവം ആമീൻ എന്ന് പറയണമെങ്കിൽ വിശ്വാസത്താൽ ദൈവമക്കളെ ജീവിച്ച് അങ്ങനെ മുൻപോട്ട് പോകണം. You have to live in faith and press forward for God to say amen to all your praises and prayers. രോഗശാന്തി ദൈവമക്കൾ നിലനിൽക്കണം. Children of God should abide in the truth of divine healing. മരിച്ചാലും കർത്താവിന് വേണ്ടി. Even if I die, it is for the Lord. And to live also is for my Lord. As long as I live, I live for my Jesus alone. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ജീവിച്ചാലും മരിച്ചാലും എന്റെ യേശുവിന് വേണ്ടി. അങ്ങനെ ജീവിക്കുന്നവരെ ദൈവം മാനിക്കും. ഇല്ല മരിക്കട്ടെ, സ്വർഗ്ഗം ആമീൻ പറയും. For me to live is Christ and to die is gain. If it be so, all this is say so and live, God will honor them one day. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. നമുക്ക് ദൈവത്താലുള്ള ഒരു അംഗീകാരം നമുക്ക് വേണം. We should be approved of God. നിങ്ങൾ വിശ്വാസമുണ്ടോ? Is there faith in you? ദൈവം പ്രവർത്തിക്കും. God will work. കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് ദൈവമായിട്ടും അതോടുകൂടെ ദൈവം വിശ്വാസവും തരും. Together our God will give faith with all the children of God who go through various രോഗശാന്തി നിലനിൽക്കുന്ന ദൈവമക്കളെ നിശ്ചയമായും അത് സഹിക്കാനുള്ള ദൈവത്തിന്റെ കൃപയും കൂടെ തരും. Dear child of God, abide in this truth of divine healing. Together with your sickness, our God shall give the grace to suffer. That is why to St. Paul, our Lord God told that my grace is sufficient for thee, my strength is made perfect in your weakness. My grace is sufficient for you. My grace is sufficient. My strength is made perfect in your weakness. സൗഖ്യം പ്രാപിച്ച ദൈവമക്കളും വിശ്വാസത്തിൽ നിൽക്കുന്നവർ മാത്രം കര ഉയർത്തി രാജനെ പറയാമോ? ചുരുക്കം പേര് മാത്രം. Very few. ദൈവം നിന്നെ പ്രസാദിക്കണമെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം. To be approved of God, you have to abide in faith. അതാ വായിച്ചത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുള്ളതല്ല. It is impossible to please God without faith. Praise be to God. ദൈവമക്കളെ, ദൈവം നമ്മെ മാനിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായിരിക്കണം. For God to honor us, our life should be so beautiful. നിന്റെ പ്രാർത്ഥന പ്രസാദമാണോ? Is your prayer pleasing? നീ ഉപവസിക്കുന്ന ദൈവ പ്രസാദമാണോ? And your fasting, is it pleasing unto God? ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവഹിതപ്രകാരം തന്നെ സമർപ്പിക്കണം. For God to please you, have to commit for God's will alone. ദൈവത്താൽ സാക്ഷ്യം. For God to be a testimony. And with the presence of God will be found. God was a witness concerning Moses, and therefore he told unto him, my presence shall go with thee and I shall give thee rest. God had a particular purpose concerning Job, who was perfect upright and one that feared God and eschewed evil in his generation. What was Job's character? എന്റെ മക്കൾ ഏതെങ്കിലും പാപത്തിൽ അകപ്പെട്ടിരിക്കുന്നു വിചാരിച്ചിട്ട് വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടി യാഗം അർപ്പിക്കുമായിരുന്നു. It may be that my sons have sinned and cursed God in their hearts, saying so, he used to offer sacrifice early in the morning for them. He was a saint. ദൈവമക്കളെ, അതുകൊണ്ടാണ് ദൈവം അവനെ വിടുവിച്ചത്. Therefore God delivered him. ഒന്നുമില്ലാതായി. Everything was lost. എന്നിട്ടും ജോബ് പറയുന്ന വാക്കെന്താണ്? ദൈവത്തിന്റെ എത്രയോ നന്മ പ്രാപിച്ചു, തിന്മയെ പ്രാപിക്കരുതോ? And even then, this is what God told: what shall we receive good at the hand of God, and shall we not receive evil? അവൻ അതിനെ കൊണ്ട് പാപം ചെയ്തില്ല. And in all this he did not sin. അതുകൊണ്ടാണ് ജോബിനെ ദൈവം മാനിച്ചത്. Therefore God honored Job. എല്ലാം സമൃദ്ധിയായി ഇരട്ടിയായി ദൈവം കൊടുത്തു. In plenty, double fold, God gave everything. എനിക്ക് നഷ്ടം വന്നു. At this I had to set losses. I had sufferings. I had to face losses. I had losses in my business. But are you faithful? Are you sincere? Are you rightness? Are you pleasing God?
ഇരട്ടിയായി മടക്കി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. Our God is faithful to restore everything double-fold. ദൈവമക്കളെ, കർത്താവിന് വിശ്വസ്തനായി ജീവിക്കുന്ന ദൈവമക്കളെ, വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ദൈവമക്കളെ, കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ദൈവമക്കളെ, ഒരു ദോഷം വരാതെ നിന്നെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. അവൻ നിന്നെ പരിപാലിക്കുന്നവനാണ്. Dear child of God, our God is a God who keeps you, who preserves you from all evil. If you are found faithful before Him, and if you keep away from all evil works, praise be to God. ദൈവം സാക്ഷ്യം പറയുന്ന മറ്റൊരു അനുഭവമുണ്ട്. There is another experience where God testifies. 1 തെസ്സലോനിക്ക ലേഖനം 1 Thessalonians 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ chapter 2 and verse 10 we read. അവിടെ ഇപ്രകാരം വായിക്കുന്നു. We read. വിശുദ്ധ പൗലോസ് പറയാണ്, Saint Paul says, ഞാൻ പവിത്രമായി ജീവിച്ചു എന്നുള്ളതിന് ദൈവം സാക്ഷി. And God is a witness that I have lived holily. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായി, ഞങ്ങൾ എത്ര പരിശുദ്ധമായി, പവിത്രമായി, നീതിയായി അനന്യമായി നടന്നു എന്നുള്ളതിന് നിങ്ങളും ദൈവവും സാക്ഷി. ദൈവം സാക്ഷി. നിങ്ങളും സാക്ഷി, ദൈവം സാക്ഷി. Ye are witness and God also. അത് പറയാൻ ധൈര്യമുള്ളവർ ഒന്ന് കര ഉയർത്താമോ? ഞാൻ ദൈവത്തിന് മുൻപിൽ നല്ല പവിത്രമായി നിർമ്മലമായി ജീവിച്ചു എന്നുള്ളതിന് എന്റെ ദൈവം സാക്ഷി. ഞാൻ നിഷ്കളങ്കതയോട് ജീവിച്ചു, ദൈവം സാക്ഷി. പരമാർത്ഥമായി ജീവിച്ചു, ദൈവം സാക്ഷി. ദൈവമക്കളെ, ദൈവത്താൽ സാക്ഷി ലഭിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ പ്രയോജനം? നമ്മുടെ ക്രിസ്ത്യൻ മാർക്കുകൊണ്ട്, പെന്തക്കോസ്റ്റ് മാർക്കുകൊണ്ട് എന്താ അർത്ഥം? എന്താ being in this Pentecostal faith? How shall it become useful to us if God never testifies concerning us that we have lived holily, justly, unblameably before Him? ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന്റെ നാമം എന്ന് പറയുന്നത് പരിശുദ്ധ നാമമാണ്. The name of God is holy. പരിശുദ്ധ നാമമായ ദൈവമക്കളെ, ആ നാമത്തെ ഉച്ചരിക്കുമ്പോഴും അതിനെ ഘോഷിക്കുമ്പോഴും അതിനെ ദൈവമക്കളെ അംഗീകരിക്കുമ്പോഴും ജീവിതം പരിശുദ്ധമായി കാക്കാൻ വേണ്ടി മാത്രമാണ് ആ പരിശുദ്ധ നാമം നമുക്ക് തരുന്നത്. Our God has given this name which is holy, and that we might always utter regarding it, and we might speak of it in that manner, become holy. ലൂക്കോസ് 1:49 വാക്യത്തിൽ വായിക്കുമ്പോൾ Luke the Gospel chapter 1 and verse 49. അവന്റെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. പരിശുദ്ധമാണ്. He that is mighty hath done to me. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധമാണ്. He that is mighty hath done to me great things, and holy is His name. പരിശുദ്ധന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട് ദൈവമക്കളെ. The Lord God is holy, and His presence is amidst us. എവിടെയാണ് അവന്റെ ആ പരിശുദ്ധ നാമം അറിയാൻ കഴിയുന്നത്? പരിശുദ്ധന്മാരായി ജീവിക്കുന്നവരുടെ മധ്യത്തിലാണ് അത് അറിയാൻ കഴിയുന്നത്. And this holy name is known only where people live holily. അവന്റെ നാമം പരിശുദ്ധം. His name is holy. ആ പരിശുദ്ധ നാമത്തെ ഉയർത്തി കാണിക്കുന്ന നാവും ദൈവമക്കളെ പരിശുദ്ധമായിരിക്കണം. That tongue which should exalt this holy name should also be holy. സാറാഫിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞു. The seraphs together proclaimed that our Lord God is holy, holy and holy. നമ്മളും അങ്ങനെ പറയാറുണ്ട്, യഹോവ പരിശുദ്ധനാണ്. We too would say that God is just. God is innocent. And He is pure. He is one who having sinned. He knew no sin. ദൈവമക്കളെ, നിശ്ചയമായും നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്ക്, നാം പരിശുദ്ധന്മാരാണോ? ദൈവം പ്രസാദിക്കുമോ? Dear children of God, we have to examine our own lives. Will God please in our life? ആ വായിക്കുന്നോട് വായിച്ചേ. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവന്റെ നാമം പരിശുദ്ധം തന്നെ. Holy is His name. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആ നാമത്തിലാണ് ജയമുള്ളത്. And it is in this name that കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടതുപോലെ ദാവീദ് മുഖാന്തരമായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്തു. Last night as we heard through David, various wondrous works were performed. അവന്റെ നാവിൽ പരിശുദ്ധ നാമം ഉണ്ടായിരുന്നു. And in his tongue was this holy name. സഹോദരങ്ങൾ, അവന്റെ ഏട്ടന്മാരൊക്കെ വളരെ യോദ്ധാക്കളായിരുന്നെങ്കിലും അവന്റെ ദൈവത്തിന്റെ നാമം അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. Even though his brethren, they were valiant men of war, this holy name was not found in them. ദൈവത്തലഭിഷിക്തനായിരിക്കുന്ന ദാവീദിന്മേൽ ദൈവത്തിന്റെ ആ പരിശുദ്ധ നാമം അവന് കൊടുത്തു. This holy name was given unto David, the anointed.
wanted. അതുകൊണ്ടാണ് ഗോലിയാത്തിനെ തകർക്കാനായിട്ട് അവൻ ആ നാമം ഉച്ചരിച്ചത്. And therefore David spoke of this name in order to destroy Goliath. നീ നിന്ദിച്ചിട്ടുള്ള സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. And I come to thee in the name of the Lord of hosts, the God of armies of Israel, whom thou ആ hast പരിശുദ്ധ defied. നാമത്തിന് മുൻപാകെ സ്വർഗ്ഗവുടെയും ഭൂലോകവുടെയും അധോലോക മുഴങ്ങാനൊക്കെയും അവന് മുൻപിൽ മടങ്ങും ദൈവമക്കളെ. Dear children of God, all the knee, all in heaven and underneath everything shall bind before him. അവന്റെ നാമം പരിശുദ്ധമാണ്. His name is holy. പരിശുദ്ധ നാമം ഉള്ളിടത്ത് ജയമുണ്ട്. Where the holy name is, there is victory. പരിശുദ്ധ നാമം ഉള്ളിടത്തൊക്കെ വിടുതലുണ്ട്. Where the holy name is, there is deliverance. പരിശുദ്ധ നാമം ഉള്ളിടത്ത് നിശ്ചയമായും ജയമുണ്ട്. Where the holy name is, there is victory. അവന്റെ നാമം പരിശുദ്ധമാണ്. His name is holy. ദൈവത്തിന്റെ നാമം പരിശുദ്ധ നാമം നിന്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകത്തില്ല, അവിടെ വിജയമായിരിക്കും. If the name of the Lord which is holy is found in your houses, never you shall face defeat, always you shall find victory. ഇന്ന് പലരും മാരക രോഗത്തിന് അടിമയാണ്. Today many are found with chronic illness. മക്കളെ, ദൈവത്തിന്റെ നാമം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ജയമാണ്. അവിടുന്ന് വിടുവിപ്പാൻ കഴിയും. ഏത് മാരക രോഗത്തിന് വിടുവിപ്പാൻ പരിശുദ്ധ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് അവന്റെ മുഖത്തെ നോക്കി നാം നിലപിടിക്കുന്നെങ്കിൽ നിശ്ചയമായും ആ ശത്രുവിനെ തട്ടിലെ നിർമ്മലമാക്കുവാൻ കഴിയും ആ നാമത്തിൽ. Amidst your sickness, even if you're gravely ill, if you're entering with any kinds of chronic illness, if you utter this holy name, surely there is deliverance. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ Joshua chapter 24 and verse 19. യോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ പരിശുദ്ധ ദൈവം, അവൻ തീക്ഷ്ണതയുള്ള ദൈവം, അവൻ തീക്ഷ്ണതയുള്ള ദൈവമാണ്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. പാപങ്ങളെ ക്ഷമിക്കയില്ല. അവൻ പരിശുദ്ധനാണ്. He is a holy God. പക്ഷേ അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ തള്ളിക്കളയാണോ? But did he forsake the children of Israel? എന്തിനു വേണ്ടി ഇത് പറയുന്നറിയാമോ? Do you know why he told so? അവരുടെ കുറ്റങ്ങളെ സമ്മതിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരണം. That they might accept their sins and return to God. അയ്യോ, ഞാൻ പാപമുള്ള ജാതി, Oh, we are a sinful nation. ഞാൻ അകൃത്യം ചെയ്തു പോയി, I have ഞാൻ transgressed, തെറ്റിപ്പോയി, I have gone wrong. എന്നെ സഹായിക്കണമേ. Oh Lord, please help me. ഞങ്ങൾ മടങ്ങി വരുന്നു, We return unto thee. നിങ്ങളിലേക്ക് മടങ്ങി We വരുന്നു. return unto thee, O ഞങ്ങൾ Lord. പാപം ചെയ്തു പോയി. We have sinned. അനുദപിക്കുവാൻ വേണ്ടി, ക്രമീകരിക്കാൻ വേണ്ടി, ഏറ്റുപറയുവാൻ വേണ്ടിയാണ് ദൈവമക്കളെ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. നിങ്ങൾ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് അടുക്കണം. അതാണ് കർത്താവിന്റെ ഓർഡർ. In order to confess their sins and in order to return, God commands them that commands them in this manner. നിങ്ങൾ അനുതാവാക്യങ്ങളോട് യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അന്തരാർപ്പണമായ കാളകളെ അർപ്പിക്കും. ദൈവമക്കളെ, അനുതാവാക്യങ്ങളോട് നീ മടങ്ങി വന്ന് കർത്താവേ ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കണമെന്ന് നിലവിളിച്ചാൽ നിന്റെ അകൃത്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും. അതുകൊണ്ടാണ് യോശുവ പറയുന്നത്, നിന്റെ അകൃത്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. പരിശുദ്ധനാണ്, പരിശുദ്ധനടിക്കുന്നതിന് എത്താൻ കഴിയില്ലെന്ന്. With regretting words, if you return unto God and ask him pardon for all your iniquities, then surely he shall receive you. That's why Joshua told the people he is a holy God, you cannot come nigh to him. ദൈവമക്കളെ, അവൻ പരിശുദ്ധനല്ലേ? Dear children of God, is he not holy? 1 സമൂയേൽ 6-20 വാക്യത്തിൽ വായിക്കുമ്പോൾ, in 1 Samuel chapter 6 and verse 20, പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കൽ എത്തുവാൻ ആർക്ക് കഴിയും? Who is able to stand before this holy God? എത്ര പേർക്ക് കഴിയും? Who shall come nigh to him? വായിച്ചേ. ആകയാൽ ഈ പരിശുദ്ധ ദൈവമായ യഹോവയുടെ മുൻപാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? ഈ പരിശുദ്ധമായ ദൈവത്തിന് മുൻപാകെ നിൽക്കുവാൻ ആർക്ക് കഴിയും? Who is able to stand before this holy God? അകൃത്യത്തോട് നിൽക്കാൻ കഴിയുമോ? Can you stand with your iniquity? ഇവിടെ ആരാധന കഴിഞ്ഞ് കൈയടിച്ചു സന്തോഷിച്ചു ആനന്ദിച്ചു സന്തോഷമായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ വലിയ ഉല്ലാസമായിരുന്നു, ഉത്സവമായിരുന്നു, ഭയങ്കര ആത്മീയ സന്തോഷങ്ങളൊക്കെ പ്രാപിച്ചു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സഭായം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ടെലിവിഷൻ തുറന്നിട്ട് എല്ലാ പരിപാടിയും കണ്ട്, ക്രിക്കറ്റ് കളിയും കണ്ട്, മറ്റൊരു കളിയും കണ്ട്, അതും കളിച്ച് ഇതും കളിച്ച് ഫേസ്ബുക്കിലും കയറി മറ്റൊരു കളി കയറി ഇഷ്ടം പോലൊക്കെ ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്തായാലും കിട്ടാൻ പോകുന്നത്, അടിയാ കിട്ടാൻ പോകുന്നത് വേറൊന്നുമല്ല. Praise be to God. ആരാധന കൊള്ളാം. It's good to worship God. നീ മരിച്ചാൽ പരിശുദ്ധന്റെ അടുക്കൽ ചെല്ലണം. If you die, you should reach the Holy One. നീ മരിച്ചാൽ, ഇന്ന് മരിച്ചാൽ പരിശുദ്ധന്റെ അടുക്കൽ ചെല്ലണം. If you die today, you should reach the Holy അവന്റെ മുൻപിൽ God. നിൽക്കാൻ ആർക്ക് കഴിയും? Who can stand before him? ആ പരിശുദ്ധന്റെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും? Who can stand before this holy God? അവനെ ആരാധിക്കാൻ ആർക്ക് കഴിയും? Who can worship him?
എന്തുകൊണ്ട് കർത്താവിനെ ആരാധിക്കും നമ്മൾ? Why we worship God? അവൻ ആരാധിക്കാൻ യോഗ്യനാണ്. Because he's worthy. അവൻ പരിശുദ്ധനാണ്. He is holy. അവന്റെ നാമം പരിശുദ്ധമാണ്. His name is holy. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നു. Therefore we worship അവൻ him. പാപമില്ലാത്തവനാണ്. He is sinless. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നു. Therefore we worship him. അവൻ വിശുദ്ധി മഹിമയുള്ളവനാണ്. He is glorious in സ്തുതി holiness. ഭയങ്കരനാണ്. He is marvelous. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. He is a wonder. അതിശയം പ്രവർത്തിക്കുന്നവനാണ്. He is a wonder working God. രോഗികളെ സൗഖ്യപ്പെടുത്തുന്നവനാണ്. He is a healing God. പക്ഷവാതക സൗഖ്യമാക്കുന്നവനാണ്. He is a God who heals. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നവനാണ്. He is a leper. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. He brings to life. അവൻ അത്ഭുതമുള്ള ദൈവമാണ്. He is a God of miracles. അവൻ പരിശുദ്ധനാണ്. He is a holy അവൻ God. നീതിമാനാണ്. He is a righteous God. നിഷ്കളങ്കനാണ്. He is innocent. അതുകൊണ്ട് ഞങ്ങൾ ആരാധിക്കും. Therefore we worship him. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. Therefore we worship him. ആരാധിപ്പാൻ യോഗ്യനാണ്. God is worthy to be worshipped. വായിക്കുന്നല്ലോ, ദൈവമക്കളെ അവൻ ആരാധിപ്പാൻ അവൻ യോഗ്യനാണ്. In the book of Revelation we see that he is worthy to be ദൈവത്തെ worshipped. സ്തുതിക്കാൻ യോഗ്യനാണ്. He is worthy to be praised. അവന് മുൻപിൽ ആരാധിക്കാൻ നമ്മുടെ ദൈവമക്കളെ നാം യോഗ്യനാണോ? Are we worthy to stand before him and worship അവനെ him? ആരാധിക്കാൻ അവൻ യോഗ്യനാണ്. Yes, he is worthy. പക്ഷേ ആരാധിക്കുന്ന നമ്മൾ യോഗ്യനാണോ? But we who worship him, are we എങ്ങനെ worthy? ആരാധിക്കണം? How to worship him? പരിശുദ്ധ നാമം കൊണ്ട് ആരാധിക്കണം. Worship his holy name. പരിശുദ്ധ ജീവിതം ചെയ്തുകൊണ്ട് ആരാധിക്കണം. Live a holy life and worship him. അങ്ങനെ ജീവിക്കുന്ന ദൈവമക്കളെ നാം എത്ര ഭാഗ്യശാലികളാണ്. Dear children of God, if we live so, how fortunate we are. പരിശുദ്ധ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു ഹല്ലേലൂയ പറയാമോ? Praise the Lord. ആ പരിശുദ്ധ ദൈവത്തിന് മഹത്വം കൊടുത്ത ദൈവമക്കളെ നമുക്ക് ജീവിക്കാം. യഹോവ പരിശുദ്ധനാണ്. Let's give glory unto this holy God and live over Lord. God is holy. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവം പരിശുദ്ധനാണ്. God is holy. അതുകൊണ്ടാണ് ഇവിടെ വായിച്ചത് പവിത്രമായി നിർമ്മലമായി നീതിയായി ജീവിച്ചു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത്. That is why Saint Paul very boldly says that how holily and how justly and unblameably we behaved. Praise be to God. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ in Revelation chapter 15 and verse 4, യഹോവേ നീയല്ലോ പരിശുദ്ധൻ. O Lord, art thou holy? കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ദൈവമക്കളെ, ദൈവമാണ് പരിശുദ്ധൻ. Dear children of God, our God alone is holy. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് ദൈവ പരിശുദ്ധൻ എന്ന് പറയാൻ കഴിയുമോ? Can we say boldly with our tongue that our God is holy? അവനെ ഉയർത്തുവാൻ കഴിയുമോ? Can we exalt him? അവനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? Can we glorify him? അവന്റെ സ്നേഹത്തെ നിറയുവാൻ കഴിയുമോ? Can we be filled with his love? നമ്മളിപ്പോൾ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ സംസാരിക്കുന്നു. We worship God in the spirit, speaking in unknown tongues. ആരോട് സംസാരിക്കുന്നു? To whom we speak? ദൈവത്തോട് സംസാരിക്കുന്നു. We speak with God. ദൈവമക്കളെ, അങ്ങനെ സംസാരിക്കുന്നെങ്കിൽ അത് എത്ര മഹത്വം അനുഭവം. And if we speak, so how glorious experience it is. നല്ല മനസ്സാക്ഷി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പലരും ആത്മാവിൽ ആരാധിക്കാത്തത്. Many did not worship in the spirit because they do not have a good conscience. അന്യഭാഷ സംസാരിക്കാൻ പലർക്ക് പേടിയാണ്. Many fear to speaking in unknown tongues. വലിയ ഭയത്തോടാണ് ഭയങ്കര ഭയത്തോടാണ് അന്യഭാഷ പറയുന്നത്. With great fear they speaking in unknown tongues. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, ആത്മാവിൽ ആരാധിക്കുവാൻ അന്യഭാഷ സംസാരിക്കാൻ മടിക്കരുത്. കാരണം നമ്മൾ സംസാരിക്കുന്നത് പരിശുദ്ധ ദൈവത്തോടുകൂടെയാണ്. Dear children of God, you should not be slack in worshiping God in the spirit, speaking in other tongues, because our Lord God is holy. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. നമ്മുടെ കർത്താവിന്റെ മുൻപിൽ നിർമ്മലതയോട് പരിശുദ്ധമായി പവിത്രമായി നീതിയായി ജീവിച്ചു എന്ന ദൈവത്താൽ സാക്ഷ്യം നമുക്ക് ലഭിക്കണം. Our God should be a witness that we have lived before our God in holiness and in righteousness and without blame. നമ്മുടെ ഇടപാടുകൾ പരിശുദ്ധമാണോ? All our interventions found holy. കൊടുക്കവാങ്ങൽ പരിശുദ്ധമാണോ? All our the deeds being holy. നടപ്പ് പരിശുദ്ധമാണോ? All our works holy. ഇന്നത്തെ തലമുറയുടെ അവസ്ഥ നോക്കിയാൽ, when we look into the present generation, അയ്യോ വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. grievous experiences. ഫസ്റ്റ് ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ. എന്താ സംസാരിച്ചെന്നറിയാമോ? In the first day, ഇന്നത്തെ തലമുറകൾ ദൈവത്തെ വിട്ടുകളഞ്ഞു. the present generation have cast God away. കർത്താവിനെ തള്ളിക്കളഞ്ഞു. They have cast God away. ഏത് തലമുറയാ? Which generation? ഇന്നത്തെ തലമുറ. At the present തലമുറ generation. ആരാണ്? And who is this generation? 2:40 വാക്യം. Acts of Apostles chapter 2 and ഈ verse തലമുറ 40. വക്രതയുടെ തലമുറയാണ്. This is a wicked and perverse generation. ദുഷ്ട തലമുറയാണ്. This is a wicked generation. നീചമായ തലമുറയാണ്. This is a wild generation. പാപത്തിന്റെ തലമുറയാണ്. A sinful generation. മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറയാണ്. Disobedient generation. ദൈവത്തെ ഭയപ്പെടാത്ത തലമുറയാണ്. A fearless generation. ശുശ്രൂഷയെ ബഹുമാനിക്കാത്ത തലമുറയാണ്. Who never honor servants of അവരുടെ God. വാക്ക് അനുസരിക്കാത്ത തലമുറയാണ്. They never hearken to their words. എന്നാൽ
ചില കുഞ്ഞുങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം കടമ്പനാട് ഒരു കൊച്ചു ഒരു കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സാക്ഷി പറഞ്ഞു. At Kadamnad, a girl learning in 9th standard testified. തേവലക്കര സഭയിലെ കൊച്ചാണ്. She was from Tevalakara church. She told, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ when I go to school, ഞാൻ ഒരു പുസ്തകം ബൈബിളുമായിട്ട് ഞാൻ പോകും. I will go with my Bible. ഒരു ബൈബിളുമായിട്ട് ഞാൻ അവിടെ പോയി. I will go with my Bible. ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് during എന്റെ കൂട്ടുകാരെല്ലാം വിളിക്കും. call all my friends. ബൈബിൾ വായിച്ചു കേൾപ്പിക്കും. I will read the Bible for them. അങ്ങനെ വായിച്ചു കേട്ടപ്പോൾ ഹിന്ദുവായിട്ടൊരു കുട്ടി പറഞ്ഞു, a Hindu girl hearing her reading told, എന്റെ മമ്മിക്ക് ക്യാൻസർ രോഗമാണ്. My mommy is suffering with cancer. എനിക്ക് വേണ്ടി യേശുവിനെ പ്രാർത്ഥിക്കാമോ? Please pray to Jesus for ആ me. ബൈബിൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? Can you please read the ആ Bible? കുട്ടി കരഞ്ഞു. She cried. കുഞ്ഞുങ്ങളെല്ലാം ചേർന്ന് കരഞ്ഞു. All the children together cried. മക്കളെ ആ മാതാവിന് അത്ഭുതമായ സൗഖ്യമുണ്ടായെന്ന് ആ കുട്ടി സാക്ഷി പറഞ്ഞു. And the child testified that the sister was miraculously ആ healed. കുഞ്ഞിന്റെ സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞിന്റെ കയ്യിലിരിക്കുന്നത് ബൈബിളാണ്. Even when she goes to school, she has a Bible with her. ഇന്ന് ബൈബിളുമായിട്ട് വന്നിരിക്കുന്നവർ ബൈബിളുമായിട്ട് കൈവയ്ക്കുന്നു. കൈ അതിന്റെ പറ. Praise the Lord. അപ്പോൾ ബൈബിളില്ലാത്തവരുണ്ട് കേട്ടോ. കൈവീശി വന്ന് ഞാൻ വളരെ കണ്ടതാണ്. ബൈബിൾ ആരാധനയ്ക്ക് പോലും ബൈബിൾ കൊണ്ടുവരാൻ മടിയാണ് ഇപ്പോൾ. Many are unwilling to bring Bible to the even do for worship. എന്നാൽ ആ കൊച്ചു കുഞ്ഞ് but that small child ബൈബിളുമായി സ്കൂളിൽ പോയിട്ട് ദൈവമക്കളെ കൂട്ടുകാരോട് സുവിശേഷം അറിയിക്കുന്നെങ്കിൽ പ്രിയ സഹോദര, നീ എത്ര പേരോട് സുവിശേഷം പറയും? If the small child goes with her Bible to the school and preach the gospel to them, how many of you can take your Bible to your school? നിശ്ചയമായിട്ടും ദൈവമക്കളെ, ഈ കുട്ടി നമ്മുടെ കുഞ്ഞ് സാക്ഷി പറഞ്ഞല്ലോ, കൂട്ടുകാരുടെ സുവിശേഷം അറിയിച്ചെന്ന്. യൗവനക്കാരുടെ പ്രത്യേകിച്ച് പറയട്ടെ, നിങ്ങളൊക്കെ ഈ അന്ത്യകാലത്ത് നിങ്ങളുടെ സ്നേഹിതരോട്, കൂട്ടുകാരോട്, നിങ്ങളുടെ അയൽവാസികളോട് സുവിശേഷം അറിയിക്കണം. വിശ്വാസികൾ ദൈവമക്കളെ ഉറങ്ങിയിരിക്കേണ്ട സമയമല്ല, പരിശുദ്ധ നാമത്തെ എവിടെ ഉയർത്തി കാണിക്കേണ്ട സമയമാണ് നമ്മുടെ യേശുവരായി. Dear children of God, this is high time in order to exalt the holy name of our Lord. The coming of our Jesus is at hand. Therefore, dear children, to you let me say that you have to preach the gospel to your friends and to your neighbors. Praise be to God. ദൈവത്താലുള്ള സാക്ഷ്യം, a testimony from God. നല്ല മനസ്സാക്ഷിയോടെ ജീവിച്ചുവെന്ന് ദൈവത്താൽ സാക്ഷി. A God should testify that we have lived with a good conscience. മാതൃകമായി ജീവിക്കുന്ന ദൈവത്താൽ സാക്ഷി. And about our exemplary life. ദൈവകൃപയിൽ ജീവിച്ചുവെന്ന് ദൈവത്താൽ സാക്ഷി. And that we have lived in the grace of God. ശാന്തനായി സൗമ്യതയോടെ ജീവിച്ചത് ദൈവത്താൽ സാക്ഷി. That we have lived a calm and quiet life. പ്രാർത്ഥന അനുഭവമുള്ളവരാണെന്ന് ദൈവത്താൽ സാക്ഷി. That we have a prayer life. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സഹായിക്കുന്നവരാണെന്ന് ദൈവത്താൽ സാക്ഷി. That we are helpful in the Lord's work. എല്ലാവരും സമൃദ്ധിയിലിട്ടപ്പോൾ ഒരു വിധവ 2 കാശ് കൊണ്ടിട്ടു. When everyone put in out of their abundance, we see that a widow, she just gave that he had a small amount. സമൃദ്ധിയിൽ എന്തെങ്കിലും കൊടുത്തവരെ കുറിച്ചല്ല സാക്ഷി പറഞ്ഞത്. ആ 2 കാശ് അവിടെ ജീവിതത്തിലുണ്ടായ സകല മുഴുവനുമായിട്ടുള്ള സകലതും സമ്പാദ്യം മുഴുവനുമായിട്ടുള്ളതാണ് 2 കാശ്. അത് മുഴുവനുമായി ഫണ്ടാനത്തിലിട്ടെങ്കിൽ അവളെയാണ് ദൈവം പ്രസാദിച്ചത്. Everyone put from their abundance out of all the earnings, but this widow, she had nothing and she put that which she had alone, and it is about her Lord God testified. പലരുടെയും സമ്പാദ്യം ഇതാണ് ഇരിക്കുന്നതിനകത്തുനിന്ന് പഴയ നോട്ട് ഇപ്പം നല്ല പേര് നോട്ട് മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ എൻ്റെ പൊന്നപ്പ ചില നോട്ടൊക്കെ നമുക്ക് കിട്ടി, കൈ കൊണ്ട് പിടിക്കാൻ പോലൊക്കത്തിലായിരുന്നു ഉള്ളത്. പൈത്തങ്കാരിക്കട്ടെ, ഓക്കെ, തോത്തരം കിട്ടി. ദൈവമേ, ആകെപ്പാട് കൈ കൊണ്ട് എടുക്കാൻ വയ്യാത്ത നോട്ടുകൾ, നാർന്ന നോട്ടുകൾ. കാരണം വെച്ചേക്കുവാണ്, വെച്ചിട്ട് പുതിയത് കിട്ടുന്നത് മേലോട്ട് വെക്കും, പഴയ താഴോട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ എഴുതാലും ആ പേര് അല്ലെങ്കിൽ നോട്ട് മാറ്റമായി കഴിഞ്ഞാൽ കുറച്ച് ചില്ലറയൊക്കെ നമുക്ക് കിട്ടി. കൈ കൊണ്ട് എടുക്കണമെങ്കിൽ സോപ്പിട്ട് പിന്നെ കൈ അതുപോലുള്ള കാരണം ദൈവ്യാഗ്രഹിക്കുക വെച്ചോണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിന്നൊന്നും വലിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. പക്ഷേ ദൈവം പ്രസാദിച്ചതാരെ പ്രവർത്തിച്ച വിധവയെ ദൈവം ബാധിച്ചു. This widow, she had a good revelation, therefore God honored her. അതാണ് ദൈവമക്കളെയും ദൈവത്തിന്റെ പ്രസാദം. And this is what pleasing God is. ഇത് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും, നടക്കും, എന്തെങ്കിലും ആക്ഷേപിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും അനാവശ്യങ്ങൾ പറയും, ഒരു വേലക്കാരെയും പറയും, വിശ്വാസിയും പറയും, എന്തൊക്കെ പറയാമതെല്ലാം പറയും. ഇതൊക്കെയാണോ യേശുവിന്റെ മാർക്കം? അതാണോ പരിശുദ്ധ നാമം? അതാണോ? നിന്റെ നാവിൽ കൃപയുടെ വാക്കല്ലാതെ ആകാത്തത് ഒന്ന് നിന്റെ നാവിൽ ഉണ്ടാകരുത്. Only graceful words should be found in your mouth, and besides this nothing should be found. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ഒരു കാര്യം ഞാൻ നിർത്താം. I would like to wind up with another point.
അപ്പോസ്തലപ്രവൃത്തി 13:22 വാക്യത്തിൽ വായിക്കുമ്പോൾ In Acts of Apostles chapter 13 and verse 22, അവിടെ ദൈവത്താൽ ഒരു സാക്ഷി ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. we see that God testifying. വായിച്ചാട്ട് അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ദൈവം സാക്ഷ്യം പറഞ്ഞു. We see that it is told about David that he shall fulfill all my will. എന്തുകൊണ്ട് ദാവീദിനെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നു? Why did God bring David to that position? ദൈവത്തിന്റെ ഹിതം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് ദൈവത്തിന് സാക്ഷ്യമുണ്ട്. God gave testimony that he will do all my will. എത്രയോ പഠിപ്പുള്ളവരും എത്രയോ പ്രാപ്തന്മാരും എത്രയോ യോഗ്യന്മാരും എത്രയോ കഴിവുള്ളവരും ഈ വെലങ്ങര ദേശത്തുണ്ടായിരുന്നിട്ട് ഒന്നിനും കഴിവില്ലാത്ത ഈ മണ്ടനെ കഴുതിയാണ് എന്നെ ഈ വേലയ്ക്ക് കൊണ്ടുവന്നത്. Many skillful, well learned, educated and able people were found in this place Velangara, but God chose me who was a fool. അപ്പോൾ എന്തെങ്കിലും സോദനയോ കഷ്ടങ്ങളോ പരിശോധനയോ ഉണ്ടാകുമ്പോൾ ചാടി പോകുകയെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് എന്നെ എടുത്തത്. God knew very well that amidst trials and tribulations I will never depart from him, and that's why he chose me. ഞാൻ രണ്ടു ആഴ്ചക്ക് മുമ്പായിട്ട് ഞാൻ ഒരു സാക്ഷി പറഞ്ഞു. അവിടെ ഞാൻ കൊട്ടാരക്കരയിൽ 2 or 3 weeks back I testified at Kottarakara. ആരംഭഘട്ടം മുതലുള്ള കാര്യം 1.25 മണിക്കൂർ ഞാൻ സാക്ഷി പറഞ്ഞു. For 1.5 hours right from the beginning I told all the experiences. ദൈവമക്കളെ, ദൈവത്തിന്റെ ഉദ്ദേശം പദ്ധതി എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ചിന്തിക്കുന്നതൊന്നുമല്ല. The plan or purpose of God is beyond our understanding. അവനെ തിരഞ്ഞെടുത്താൽ, ഈ ശുശ്രൂഷയ്ക്കാക്കിയാൽ, ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ, ആ എന്ത് ശോധന വന്നാലും അവർക്ക് അവൻ നിലനിൽക്കും. അത് മാത്രമല്ല, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി രാമകൾ കഷ്ടപ്പെടും, അധ്വാനിക്കും, പ്രവർത്തിക്കും, പ്രയത്നിക്കും. കൊള്ളാം. അതാണ് കർത്താവിന്റെ ഉദ്ദേശം. He shall withstand amidst all the trials and tribulations, and he shall tirelessly labor in the God's work, and this is God's purpose. എത്രയോ സുറിയാനി പാരമ്പര്യമുള്ളവരും മദരക്കുത്ത ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞുള്ള എത്രയോ പുള്ളികളും എത്ര സൗന്ദര്യമുള്ളവരും എത്ര സമ്പത്തുള്ളവരൊക്കെ ഉണ്ടായിട്ടും ഈ വേലയുടെ മഹത്വത്തിന് മുൻപിൽ നിൽക്കാനായിട്ട് തെരഞ്ഞെടുത്ത വ്യക്തി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു വിശുദ്ധനെയാണ് ദൈവം കണ്ടത്. God chose a poor man from a poor family, even though there were many handsome people, many who boasted on their traditions. ഇസ്രായേലിന്റെ പുത്രന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. ഐറ്റും വെയിറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. നല്ല കഴിവുള്ളവരുണ്ടായിരുന്നു, പ്രാപ്തന്മാരുണ്ടായിരുന്നു. ഒരു നമ്മുടെ കഴിഞ്ഞ ദാസത്തിൽ നമ്മൾ കേട്ടതുപോലെ സാധുവായ ഒരു ബാലനെ, ദൈവമക്കളെ, ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന അപ്പന് ഇഷ്ടം ചെയ്യുന്നായ ഒരു ദാസനെ, ഒരു പാവപ്പെട്ടവനെ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. അവനാണ് എന്റെ ഈ ഇസ്രായേലത്തെ മുഴുവനും ഭരിക്കേണ്ടത്. Jesse had many sons, but they reminded the youngest who kept the sheep, and it was he who was brought forward in order to lead the children of Israel. അല്ലെ, കോളറൊക്കെ നല്ല പശയൊക്കെ ഇട്ട് അടിച്ച് തെറ്റ് നല്ല ടിപ്പ് ടോപ്പായിട്ട് നല്ല മടങ്ങാതെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഇങ്ങനെ വീശി നടക്കുന്ന പുള്ളിയൊന്നും അല്ല കർത്താൻ വേണ്ടത്. താഴ്മയോടുകൂടെ കർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെയാ കർത്താൻ വേണ്ടത്. കേട്ടോ, മനസ്സിലായല്ലോ? അവിടെ നിന്നാണ് ഒന്നിനെ എടുക്കുന്നത്. And it is from their honor cometh. ചിലക്ക് വന്ന് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു ഗമയെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആരെ നോക്കുന്നറിയാമോ? Do you know കഴുതകളായിട്ട് ആരുണ്ടെന്നാണ് കർത്താവ് നോക്കുന്നത്. God sees who are found as asses. കഴുതകളെ നോക്കുന്നത്. God looks at the asses. നിന്റെ ടിപ്പ് ടോപ്പ് ഒന്നും അല്ല കർത്താവ് നോക്കുന്നത്. God never looks at your tip top. നമ്മുടെ ജീവിതം പ്രകാരമായിരിക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമക്കളെ, നമ്മുടെ ദാരിദ്ര്യം ഒരിക്കലും മറക്കരുത്. അതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. We should never forget our poverty. I often used to think, ഞാൻ എവിടുന്ന് വന്നു, from where did ഏത് കുടുംബത്തിൽ നിന്ന് വന്നു, which family, ഏത് സാഹചര്യത്തിൽ വന്നു, which ഞാൻ ആരാണ് എന്നുള്ള ചിന്ത എന്റെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട്. And even now I have this thought always. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടാൽ ഒരു 4 മീറ്റിംഗ് 5 മീറ്റിംഗ് എങ്കിലും ഞാൻ ഒരു ഡ്രസ്സ് ഞാൻ ഇടും. A single dress I used to wear even for 4 or 5 meetings. ഒന്ന് തേച്ചിടും. I will iron it and then wear. And it should be praise be to God. We have to examine, dear believers, servants of God. We should be the one fulfilling God's will. If you are asked to keep the sheep, then obeying your father's order, you shall go. All his brethren, they had gone to see the war. They have gone there to fight. And in between, David went there. What shall be given to him if I
നീ പടയാടാൻ വന്നിരിക്കുന്നവിടെ പോടാ, ആടുകളെന്റെ ഇവിടെ പോടാ. നിനക്ക് ആടിനെ നോക്കാൻ താല്പര്യമൊന്നുമില്ല. ഈ പാവപ്പെട്ട വന്നപ്പോൾ അവനെ ആട്ടി പുറത്തിറക്കി, എടാ കുറച്ച് ആടുകൾ ഇവിടെ കിടക്കുന്നത് എവിടെ കൊണ്ട് കൊടുത്താ? ഉത്തരവാദിത്തം ഞാൻ കൂടിയിരിക്കുകയാണ്. ആടിനെ മേയ്ക്കാനുള്ള ഉത്തരവാദിത്തം. ഒരു ഉത്തരവാദിത്തമില്ലാതെ കുറച്ച് നിന്ന് പിടിച്ച് കിടക്കുന്ന പേട്ടന്മാരാ. പക്ഷെ ആടിനെ മേയിച്ചത് അപ്പൻ. പക്ഷെ ദൈവത്തിന് അറിയാം ആരെ സ്വീകരിക്കണമെന്ന്. ജ്യേഷ്ഠന്മാരെല്ലാം കൂടെ ഈ പാവപ്പെട്ടവനെ ശാസിച്ച് പുറത്താക്കുന്നു. പക്ഷെ ദൈവം ദാവീദിലൂടെ ഉണ്ടായിരുന്നു. God, even though his brethren tried to cast him away, God was with David. കുറച്ച് ആടുകളുള്ളവർ എവിടെ കളഞ്ഞിട്ട് നീ യുദ്ധം കാണാൻ, നീ പട കാണാൻ വന്നിരിക്കുകയല്ലേ അവിടെ ചോദിച്ചു. You had some flock and you left all this flock and you come out to see this war. ഒരു വാക്കുണ്ട്. There is a word which David told. വാക്കല്ലേ പറഞ്ഞോളൂ. Only one word did I ഒരു വാക്കല്ലേ പറഞ്ഞോളൂ. Just a word did I speak. ആ താഴ്മയുള്ളവനെയാണ് ദൈവം മാനിക്കുന്നത്. And he who was humble, God honored him. അവനിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്തു. Through him God did mighty works. അത് വായിച്ചെന്താണ്? ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നുള്ള സാക്ഷി ഇസ്രായേൽ പുത്രന്മാരിൽ ഒരുവനെ മാത്രമേ കണ്ടുള്ളൂ. And God saw only one from the sons of Jesse in order to fulfill God's will. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ in Hebrews chapter 12 and verse 2 നമ്മൾ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവരായിരിക്കണം. We should be with the ones doing God's will. വായിച്ചേ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. 12-ാം വാക്യം. എബ്രായ ലേഖനം 12-ാം വാക്യം. ദൈവത്തെ പ്രസാദിപ്പിച്ചു. പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടത് എത്ര വാക്യം? റോമർ 12-ാം വാക്യം. റോമർ 12-ാം വാക്യം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുന്നുവെങ്കിൽ ആ പുതുക്കം പ്രാപിക്കുന്ന ദൈവമക്കളെ ദൈവം സാക്ഷ്യം പറയും. Be not conformed to this world, but be transformed with the renewing of your mind, that you may prove what that is good and acceptable and perfect will of God. If you live in this manner, being renewed each and every day, God shall be a witness. നമ്മൾ ദൈവഹിത പ്രകാരം ജീവിക്കണം. We should live according to God's will. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ദൈവഹിത പ്രകാരം 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 9-10 വാക്യമാ അല്ലേ? വായിച്ചാട്ട്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. എന്താണ് ദൈവഹിത പ്രകാരം ദുഃഖം? What is a godly sorrow? ഒരു പ്രാവശ്യം ദൈവമക്കളെ കുറ്റബോധത്തോടുകൂടെ കുറ്റങ്ങൾ, തെറ്റുകൾ, പരാജയങ്ങൾ സംബന്ധിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞിട്ട് ദുഃഖിച്ച് നിലവിളിച്ചാൽ വീണ്ടും അത് വരാതെ വണ്ണം ദുഃഖിക്കാതെ വണ്ണം സൂക്ഷിക്കുന്നതാണ് ദൈവപ്രകാരം ദുഃഖം. This is godly sorrow. Once having accepted all your sins and all your shortcomings with a regretful heart, having confessed everything and left, then you have to keep yourself from all your sins. ആ തെറ്റിനെ കുറിച്ച് വീണ്ടും അനുതപിക്കാൻ ഇടവരരുത്. And there should not come another occasion ആ തെറ്റ് ചെയ്തിട്ട് വീണ്ടും അനുതപിക്കാൻ ഇടവരരുത്. And there should never arise another occasion in order to regret for the same. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൽ ദുഃഖമോ മരണത്തെ ഉളവാക്കും. That is why godly sorrow worketh repentance to salvation, but the sorrow of the world worketh death. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവഹിതം സംബന്ധിച്ച് ദൈവമക്കളെ നമ്മൾ പൂർണ്ണരാകണം. Dear children of God, we should be perfected in God's ദൈവഹിതം ചെയ്ത് നമ്മൾ പൂർണ്ണ പ്രാപിക്കണം. Doing the will of God, we should be perfected. ദൈവമേ, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. Lo, I come to do thy will. നമ്മുടെ കർത്താവ് യേശു പറഞ്ഞു, പിതാവേ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. Lord Jesus told, I come to do thy will. എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ സ്ഥാപിപ്പാൻ ഒന്നാമത്തെ നീക്കിക്കളയുന്നു. He taketh away the first that he may establish the second. എന്റെ ഇഷ്ടമല്ല, not my will. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. Thy will alone. പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്ത് നിവർത്തിച്ച പുത്രന്റെ ദൈവമക്കളെ ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Lord Jesus fulfilled the Father's will alone, and therefore even today he is interceding for our sake in the right hand of the Father. ദൈവഹിതത്തിനായി സമർപ്പിച്ചപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിൽ ദൂതനെ അയച്ചു. When Jesus surrendered himself for God's will, an angel was sent from heaven in order to strengthen him. എന്റെ ഇഷ്ടമല്ല, not my will. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. Let thine will, നിന്റെ വഴികൾ, thy ways, നിന്റെ പ്ലാൻ പ്രകാരം, thy plans, നിന്റെ വഴികൾ, thy ways, നിന്നെ
thy counsels. അത് മാത്രം എനിക്ക് മതി. That's alone enough for me. ദൈവമക്കളെ ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്ന ദൈവമക്കളെ കുറിച്ച് സ്വർഗ്ഗം ആമീൻ പറയും. Heaven shall say amen to all the children of God who live according to God's will. നമ്മുടെ കർത്താവ് ആ സാക്ഷ്യം പറയട്ടെ. Let our God give the testimony. ദൈവേഷ്ടപ്രകാരമാണോ ജീവിക്കുന്നത്? Do we live according to God's will? എല്ലാവരും മുടക്കാലും മടക്കാൻ നടക്കും. Let's all be on our knees and close our eyes. Jesus is coming soon. മനുഷ്യന്റെ സാക്ഷ്യമല്ല, not man's witness. മനുഷ്യന് സാക്ഷി പറയണം. Man too should, and people too should, and even the ministers, even the believers, എല്ലാവരും സാക്ഷി പറയണം. everyone should testify. ദൈവത്തിന്റെ സാക്ഷിയാണ് പ്രധാനമായിട്ടുള്ളത്. But this is of more significance that God should be a witness. പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നവരെ ആരും എഴുന്നേറ്റ് പോകരുത്. Please do not rise up and go before prayer and benediction. എല്ലാവരും മുഴങ്കാലും മടക്കാൻ നടച്ചാൽ let's all be on our knees and close our eyes. മുഖത്തേക്ക് നമുക്ക് നോക്കാം. Let's look into our God's face. അവന്റെ ഹിതം നമുക്ക് ചെയ്യാം. Let's do His will. ദൈവമേ നിന്റെ ഇഷ്ടം മാത്രം എനിക്ക് ചെയ്താൽ മതി. Oh Lord, it's enough for me to do thy will alone. ദൈവത്താൽ നമുക്ക് സാക്ഷ്യം ലഭിക്കുവാൻ, for our God to testify concerning us, ദൈവഹിതത്തിനായി സമർപ്പിക്കാം. surrender us for God's will. കർത്താവേ നിന്റെ ഇഷ്ടം മാത്രം എനിക്ക് മതി. Oh Lord, thy will alone is enough. നിന്നോട് ചേർന്നാൽ എനിക്ക് മതി. It's enough for me to join thee. ഹല്ലേലൂയ. ദൈവേഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വലക്കൈ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. All those who decide to do God's will, please lift up your right hand and pray. ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കര ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. All those who desire God to be a witness, let's all lift up our hands for a moment and pray. നിങ്ങളുടെ പരാജയങ്ങൾ തോൽവികൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ കര ഉയർത്തി ദൈവസന്നിധി ഒരു നിമിഷം കരഞ്ഞ് പ്രാർത്ഥിക്കാമോ? ഇന്ന് പോർക്കാലം നിന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണ്. All those who desire to accept all your sins, all your transgressions and pray, just for a moment lift up your hands and pray this morning. God is going to bring you out of all your iniquities. കർത്താവേ നീ ശേഷിക്കുന്ന സമയം മുഴുവനും അങ്ങയുടെ ഹിതം മാത്രം എനിക്ക് ചെയ്താൽ എനിക്ക് മതി. Oh Lord, all through the days of my life henceforth it's enough for me to do thy will. Hallelujah. Hallelujah. നാം പവിത്രമായി ജീവിച്ചു എന്നുള്ളതിന് ദൈവം നമ്മെ സാക്ഷി പറയട്ടെ. Let God testify that we have lived holily. നിങ്ങളുടെ കരം താഴ്ത്തിടരുത്. Do not put down your hands. ഒരു നിമിഷം നിങ്ങളുടെ വലക്കൈ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. Just all lift up your right hand and pray. ഒരു നിമിഷം കുറ്റങ്ങളെ സംബന്ധിച്ച് അലറി കരഞ്ഞ് പ്രാർത്ഥിക്കാമോ? Let's all accept our faults, cry aloud and pray. ശക്തമായി ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. Powerfully let's all pray. ശത്രുവിന്റെ കോട്ടകൾ തകരട്ടെ. Let all the forts of enemy be scattered. തെറ്റിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പോർക്കാലം ഇതാ കർത്താവിനോട് കടകാണിക്കാൻ പോകുകയാണ്. If you accept all your sins and pray this morning, God is going to show mercy to you. ഇന്ന് നിലവിളിക്കുമ്പോൾ ശത്രു ദൈവമക്കളെ നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ ദുഷ്ടശക്തികളും ഇതാ നിന്നെ വിട്ട് മാറുകയാണ്. When you cry, behold, all the wicked powers which are troubling you is departing from you. നിന്റെ ബലഹീനമായ ശരീരത്തെ മാറ്റി ഇതാ ബലം തരികയാണ്. God is changing all your weak body into a strong one. ശരീരത്തിന്റെ സകല ബന്ധനത്തെയും ഇന്ന് പോർക്കാലം ഇതാ അടിച്ചു സ്വതന്ത്രനാക്കാൻ പോകുകയാണ്. Behold, this morning God is loosening all your bindings and going to set you free. അനിതാ വാക്യങ്ങളോടെ കർത്താവിലേക്ക് മടങ്ങി വരാം. With regretting words, let's return unto our God. ഏറ്റുപറച്ചിലോടെ മടങ്ങി വരാം. With a confession, let's return. കുറ്റബോധത്തോടെ മടങ്ങി വരാം. With conviction, with convicted heart, let's all return. എല്ലാറ്റിനും നമ്മുടെ കർത്താവ് സാക്ഷ്യം പറയട്ടെ. Let our God bear witness for everything. Hallelujah, 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 hallelujah. ഹല്ലേലൂയ. ദൈവമേ നിലവിളിക്കുന്നവരെ നീ മാനിക്കണമേ കർത്താവേ. യേശുവേ നിലവിളിക്കുന്നവരെ നീ മാനിക്കണമേ കർത്താവേ. യേശുവേ നിലവിളിക്കുന്നവരെ നീ മാനിക്കണ കർത്താവേ. കുറ്റബോധത്തോടെ യേശുവിനെ അടുക്കുന്നവരെ നീ മാനിക്കണ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ വിശ്വസ്തതയെ കുറിച്ച് കർത്താവ് സാക്ഷി പറയട്ടെ.
Let God testify about your faithfulness. നിന്റെ താഴ്മയെക്കുറിച്ച് കർത്താവ് സാക്ഷി പറയട്ടെ. About your humility, let him testify. നിന്റെ അനുസരണത്തെക്കുറിച്ച് കർത്താവ് സാക്ഷി പറയട്ടെ. About your obedience, let him testify. നിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് സാക്ഷി പറയട്ടെ. And about your prayer life, let him testify. നിന്റെ വിശുദ്ധിയുടെ മഹിമയെക്കുറിച്ച് കർത്താവ് സാക്ഷി പറയട്ടെ. Regarding your being glorious in holiness, let him testify. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ കർത്താവ് സാക്ഷി പറയട്ടെ. And about in laboring for the Lord's sake too. നീ ദൈവേഷ്ടം ചെയ്തതാണ് കർത്താവ് സാക്ഷി പറയട്ടെ. Let God testify about you saying you do the will of God. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയാണെന്ന് കർത്താവ് നിന്നെക്കുറിച്ച് സാക്ഷി പറയട്ടെ. Let God speak of you that you are a person who abide in faith. എന്ത് കഷ്ടമെന്നാൽ എന്നെ യേശുവിനെ ഇഷ്ടം ചെയ്യുന്ന തീരുമാനിക്കുന്ന ദൈവമക്കളെ നിന്നെക്കുറിച്ച് കർത്താവ് സാക്ഷി പറയട്ടെ. Dear child of God who take a decision, Lord, not my will, but thy will be done. Let God testify. ഞാൻ കേവലം നല്ല മനസ്സാക്ഷിയോടെ ഞാൻ ജീവിച്ചു എന്ന് ദൈവമേ സാക്ഷി പറയട്ടെ. Let God be a witness that you have lived with a good conscience. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് യേശു വന്നാൽ നമുക്ക് എടുക്കപ്പെടുവാനിടയാകട്ടെ. If Jesus comes today, let us be caught up with him. നീ ഭവനത്തിലേക്ക് പോകുമ്പോഴും ദൈവീയ വിശ്വാസത്തോടെ കടന്നു പോകുവീൻ. And while returning to your home, to go with divine faith. പരിശുദ്ധാത്മാവോട് കടന്നു പോകുവീൻ. Together with the Holy Ghost here to go. യേശുവേ എന്നെ സഹായിക്കണമേ. Jesus, please help me. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ദൈവസന്നിധി അലറി കരഞ്ഞ് ഒരൊറ്റ മിനിറ്റ് പ്രാർത്ഥിച്ചാട്ടെ. Just for a moment, let's all lift up our hands, cry aloud, shout and pray. നിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ. Your God will help you. നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May our Lord help us. അവൻ നീതിയുള്ളവനാണ്. He is righteous. അവൻ കരുണയുള്ളവനാണ്. He is a merciful അവൻ God.